പറഞ്ഞ പേരുള്ള നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ 2 ദിവസം വളരെ ഗംഭീരമായിട്ട് നടന്നു. ഫസ്റ്റ് ഡേ നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് സുഭാഷേട്ടൻ്റെ ക്ലാസ് ആയിരുന്നു. ഇന്നലെ തരുണിന്റെ അതിമനോഹരമായ ഒരു സെഷനായിരുന്നു ടാക്സേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇന്ന് ബിസിനസിന്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്കാണ് നമ്മൾ നിങ്ങൾ എല്ലാവരെയും കൊണ്ടുപോകുന്നത്. മാർക്കറ്റിംഗ് പണ്ടത്തെ പോലെയല്ല, ട്രെൻഡൊക്കെ മാറി. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് മുമ്പ് സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ട്രെൻഡൊക്കെ മാറി, എല്ലാവരും കയ്യിൽ മൊബൈലായി. അതുപോലെ തന്നെ വീട്ടിലെ വല്യപ്പനും വല്യമ്മയും വരെ ഇപ്പോൾ ഇന്റർനെറ്റ് ഉപയോഗിച്ച് പ്രൊഫൈലും DP മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായി. അപ്പൊ എല്ലാവരിലേക്കും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ടുള്ള ഒരു സമയമാണിത്. അതുപോലെ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ അതിജീവിക്കുക എന്നുള്ളത് അതിലും വലിയ വെല്ലുവിളിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളാണ് ബെസ്റ്റ് എന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാങ്കേതിക വിദ്യയാണ്. അതിന്റെ എക്സ്പേർട്ടാണ് നമ്മുടെ രാകേഷ് നായർ, നമ്മുടെ സുഹൃത്തും സോൺ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ ദി ലൗഡ് സ്പീക്കറിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ രാകേഷ് നായർ ആണ് നമ്മുടെ ഇന്നത്തെ ട്രെയിനറായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഔദ്യോഗികമായിട്ട് സ്വാഗതം പറയാൻ വേണ്ടി നമ്മുടെ ഇതിന്റെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായ അനൂപ് അച്യുതനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. അനൂപ് ജി. Thank you, Chairman, for the privilege. The right person for a right job. സജിത്ത് പറഞ്ഞ ആപ്പ് പേഴ്സൺ, ഇതിലും നല്ലൊരു ട്രെയിനർ തന്നെ ഇനി അപ്കമിങ് ലീഡർ ഫോർ ദി JCI India Zone 21 രാകേഷ് നായർ. ഇതിലും നല്ലൊരു ട്രെയിനർ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇനി സോൺ 21 ചോദിച്ചാൽ കിട്ടാനുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇതിനു മുന്നേ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറെ ട്രെയിനിങ്സ് ഞാൻ രാകേഷിനെ കേട്ടിട്ടുള്ളതാണ്. വെരി ഇൻഫോർമേറ്റീവ്. സോ ഇന്ന് 2 ദിവസത്തെ ട്രയോ ബിസിനസ് വീക്ക് നമുക്ക് വളരെയധികം ഇൻഫർമേഷൻസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇന്നും മോശമില്ലാത്ത പാർട്ടിസിപ്പേഷൻ കയറി തുടങ്ങിയിട്ടുണ്ട്. സോ ഗുഡ് ഗോയിങ് സജിത്ത്. ഇനി 1-ാം തീയതി മുതൽ തുടങ്ങുന്ന ബിസിനസ് ട്രെയിനിങ് സീരീസിനും നമുക്ക് നല്ല പാർട്ടിസിപ്പൻസ് ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ വിത്ത് ഓൾ സപ്പോർട്ട് ആൻഡ് വിത്ത് ഓൾ ലവ്, ഐ ഇൻവൈറ്റ് JC Rakesh Nair for his section. I invite Sajid and I invite all presidents, zone officers and key JCs present here. Thank you. Thank you Anup ji for the welcome speech. അപ്പോൾ നമ്മൾ ഇന്ന് ലാസ്റ്റ് സെഷനാണ്, ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, നമ്മുടെ ട്രയോ ബിസിനസ് ഡേയിലെ ലാസ്റ്റ് ഡേ ആണ്. പക്ഷെ ഒന്നുകൊണ്ട് നിരാശപ്പെടേണ്ട, മെയ് 1 മുതൽ 10 ദിവസത്തെ മാരത്തോൺ ബിസിനസ് പ്രോഗ്രാം വരുന്നുണ്ട്. അതും കിടിലോൾക്കിടിലായ ട്രെയിനേഴ്സ് ആണ് നമ്മൾക്ക് ട്രെയിനിങ് തരാൻ വരുന്നത്. എല്ലാ ദിവസവും 10 മണിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഒരു മാരത്തോൺ ട്രെയിനിങ് തന്നെയാണ്. അപ്പോൾ ഈ സെഷന് ശേഷം നമ്മൾ ഇനി 1-ാം തീയതി മുതൽ വീണ്ടും നമ്മൾ മീറ്റ് ചെയ്യുന്നതാണ്. എനിവേ, നമ്മുടെ ഫ്ലോർ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള സമയമായി. രാകേഷ് ജി, ആർ യു റെഡി? Thank you very much, Chairman, the Zone Director Business of JCI India Zone 21. JCS Senator Sajid Nair, Coordinator and Program Director Anup Achyutan, and all the good friends, my dear participants from JCI India Zone 21. Sajid bhai, ennu co-host akku? Sure. That. Thank you. Co-host akino. Okay, thank you. Yes. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന 38 പേര് ഒരു എന്താ പറയുക, ഇതിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിൻ്റെ ഒരു ആവശ്യം വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. കാരണം എല്ലാവരും നമ്മുടെ സോൺ 21 വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ആദ്യമേ പറയട്ടെ, വളരെ ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ ചെയ്ത ഗംഭീരമായ പരിപാടികൾ കാണിച്ച് നിങ്ങളുടെ കണ്ണ് തള്ളിക്കലോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കലോ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് മറ്റേ മാർക്കറ്റിങ്ങിനേക്കാൾ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയലോ അല്ല ഇന്നത്തെ ട്രെയിനിങ്ങിലോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഏതൊരു വ്യക്തിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യമായി വേണ്ട കാര്യങ്ങൾ, അതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എവിടെ ചെയ്യണം എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ ഒരുപാട് ഔപചാരികതയുടെ ആവശ്യകതയില്ല, എല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. ഞാൻ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ 45 പാർട്ടിസിപ്പൻസിനെ ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും എല്ലാവരും ഒന്ന് അലേർട്ട് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടും ജസ്റ്റ് കുറച്ച് പസിൽസ് ചോദിക്കാം. This has nothing to do with digital marketing, by the way, but still I just want to know the answers. എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ കാണുന്ന ചിത്രത്തിൽ
റൂഫുമായിട്ട് ഏറ്റവും ദൂരെ നിൽക്കുന്ന ബലൂണിന്റെ കളർ ഏതാണ്? ദ ചാറ്റ് ബോക്സ് ഇസ് ഓപ്പൺ. ഏത് കളർ ബലൂണാണ് റൂഫുമായിട്ട് ഏറ്റവും ദൂരെ നിൽക്കുന്നത് എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. യു ക്യാൻ ടൈപ്പ് യുവർ ആൻസേഴ്സ് ഇൻ ദ ചാറ്റ് ബോക്സ്. റെഡ്, 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 ബ്ലൂ. മിസ്റ്റർ റൌഫ് പുത്താലൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിങ്ക്, അനുപേട്ടൻ പിങ്ക് എന്ന് പറഞ്ഞു. റെഡ് ആണ് കൂടുതൽ ആൻസർ വരുന്നത്. റെഡ് ആണ് കൂടുതൽ ആൻസർ വരുന്നത്. ആർ യു ഷുവർ? ആർ യു അബ്സല്യൂട്ട്ലി ഷുവർ? ഓക്കെ, ലെറ്റ് മീ സീ. ഞാനൊരു കാര്യം ചെയ്യാം. ഓറഞ്ച് എന്ന് പറയുന്നുണ്ട് ആരൊരാള്. ഓക്കെ, ഓറഞ്ച് ആവട്ടെ. ഐ ഡു സംതിങ്. ഐ ഡ്രോ എ ലൈൻ ആൻഡ് ഐ ഷോ യു. ഇവിടെ ഞാനിപ്പോൾ ഒരു ലൈന് വരയ്ക്കുന്നുണ്ട്. ഈ ലൈന് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? മൈ ഡിയർ ഗുഡ് ഫ്രണ്ട്സ്, എല്ലാ ബലൂണും ഒരേ ദൂരത്താണ് ഉള്ളത്. പെർസെപ്ഷൻ മാറ്റേഴ്സ്. പെർസെപ്ഷൻ മാറ്റേഴ്സ്. ദ പെർസെപ്ഷൻ ദാറ്റ് യു ക്രിയേറ്റ് മാറ്റേഴ്സ്. എല്ലാ ബലൂണും ഒരേ ദൂരമാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന് മാർക്ക് എനിക്ക് കിട്ടി. കള്ളക്കളിയൊന്നുമല്ല, ഇത് യഥാർത്ഥ കളിയാണ്. നിങ്ങൾക്ക് ഞാൻ വരച്ച് കാണിച്ചു തന്നാണ്. എവറി ബലൂൺ ഇറ്റ്സ് എൻ ഇല്യൂഷൻ. എല്ലാം കാണുന്നതെല്ലാം പെട്ടെന്ന് തന്നെ നമ്മൾ ഇല്യൂഷൻ ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിലിപ്പോ എല്ലാവരും വളരെ സജീവമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. ഗിവ് മീ ദ ആൻസർ. എനിക്ക് ഉറപ്പാണ് ഇവിടെ ഇരിക്കുന്ന 45 പേരിൽ അല്ല 56 പേരായി. ഗുഡ്. 56 പേരിൽ ഇപ്പൊ ഈ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറയാത്ത ആൾക്കാർ സ്ക്രീനിലൊക്കെ വല്ലാണ്ട് നോക്കി. ഇപ്പം വളരെ നന്നായിട്ട് സ്ക്രീനിൽ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഉത്തരമാണ് എനിക്ക് വേണ്ടത്. സ്ക്രീനിൽ വെറുതെ നോക്കിയിരുന്നാൽ പോരാ. മൈ ഡിയർ ഗുഡ് ഫ്രണ്ട്സ്, ഗീവ് മീ ആൻസേഴ്സ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഒരാളും ആൻസർ പറയുന്നില്ല. എല്ലാവരും കണക്കൂട്ടലിന്റെ തിരക്കിലാണെന്ന് എനിക്കറിയാം. കണക്ക് മാഷന്മാരൊക്കെ ഉണ്ടാവും. 19 വിജയൻ സാറ് 19, അശ്വിക ഒക്കെ 23, ശബരീഷ് ഭായ് 23 എന്ന് പറഞ്ഞിട്ടുണ്ട്. അഖിലേഷ് 19. അഖിലേഷ് ഇത് തെറ്റൂരാന്ന് എനിക്ക് ഉറപ്പാ. വേറെ ആൾക്ക് തെറ്റിയാലും. ചൈന 23 എന്ന് പറയുന്നു. മൈ ഡിയർ ഗുഡ് ഫ്രണ്ട്സ്, ദ ആൻസർ ഇസ് 19. ആൻസർ ഇസ് 19. അഖിലേഷ് ഞാൻ പറഞ്ഞു, അഖിലേഷിന് ഇത് തെറ്റൂലെന്ന് എനിക്കറിയാം. ദ ആൻസർ ഇസ് 19. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഡ് വൺ ഔട്ട്. ഇതിൽ ഓഡ് വൺ ഔട്ട് ഏതാണ്? ഓഡ് വൺ എന്ന് കണ്ടുപിടിക്കുക. ഓഡ് വൺ ഔട്ട് 1 2 3 4. ഇതിൽ ഏതാണ് ഓഡ് വൺ? കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഐഡന്റിഫൈ. 1 4. ഓക്കെ, 4 3 എന്ന് പറയുന്നുണ്ട്, 1 എന്ന് പറയുന്നുണ്ട്, 4 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. സംബഡി നെയിംഡ്. ഓക്കെ, 3 എന്ന് പറയുന്നുണ്ട്. രാജീവ് ആർ, അഖിലേഷ്, ഹാഷിർ. 4ലാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത്. ഡോക്ടർ ഫവാസ് 4 എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഐ ബിലീവ് യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക്. 1 സെക്കൻഡ്. അല്ലെങ്കിൽ അതിൽ പോസ്റ്റ് ചെയ്താൽ മതി. ലെഫ്റ്റ് ഹാൻഡ് ആണ് 4ാമത്തെ. കറക്റ്റ് ആണ്. ആഷിർ ഭായ് പറഞ്ഞത് കറക്റ്റ് ആണ്. ഒബ്സർവേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഐ എം ഗെറ്റിംഗ് ഗുഡ് റെസ്പോൺസ്. ദാറ്റ്സ് എ ഗുഡ് തിങ്. നല്ല കാര്യമാണ് എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നത്. അതെ, ബാക്കി 3 എണ്ണവും റൈറ്റ് ഹാൻഡ് ആണ്. 4ാമത്തത് ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഇതാണ് വ്യത്യാസം. സോ യു ഐഡന്റിഫൈ ദി 4th വൺ. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് പസിൽ ആണ്. ഗീവ് മീ ദി ആൻസർ. ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലുള്ള ഏത് ബോളുകൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് യു ഹാവ് ടു ഗെറ്റ് ദി ആൻസർ ആസ് 30. ഇതിൽ തന്നിട്ടുള്ള ഏത് ബോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അറ്റ് എ ടൈം മാത്രമേ ഒരു തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് യു ഹാവ് ടു ഫോം ദി നമ്പർ ഓർ യു ഹാവ് ടു ഫൈൻഡ് ദി ആൻസർ. ഫ്രോം ദ ആൻസർ ഷുഡ് ബി 30. ഏതൊക്കെ ബോൾസ് സെലക്ട് ചെയ്യണം? ആലോചിച്ചോളൂ. ഇല്ല, ജംഷി ഭായ് ഒറ്റ ടൈം ഒരു ബോളെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഹാഷിർക്ക സെയിം ബോള്, ഐ മീൻ 3 ബോൾ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. 11 13 and 5 എത്രയാണ്? അതാരാണ്? അബ്ദുൽ അഹമ്മദ് അഷ്റഫ്. എന്താണ് അഷ്റഫ് ഭായ്? 13 11 15 അല്ല 11 5 16 13 എത്രയായി? 28 അല്ലേ? അല്ല 29. മിയാ കുൽപ്പ. അതാണ് നല്ലത്. ഇറ്റ്സ് റോങ്. Any other answers? No more answers? Okay. And now, ഇതിൽ ഡയറക്റ്റ് ഞാൻ പറയട്ടെ. How to create an okay, cool. Thank you very much. അപ്പോൾ ഇതിൽ ഞാൻ പറയട്ടെ, ഇതിൽ ശരിയാണ് നിങ്ങൾ പറഞ്ഞ ഈ ബോളുകൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൻസർ കിട്ടില്ല. യു ഹാവ് ടു ഐഡന്റിഫൈ, യു ഹാവ് ടു നോ വൺ തിങ്. ബോൾ എന്ന് പറയുന്നത് ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു സാധനമാണ്.
ഇതിൽ ഈ ബോൾ 9 ആണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇറ്റ് ഈസ് 6. ഇറ്റ് ക്യാൻ ബി 6, റൈറ്റ്? 6 plus 13 plus 6 plus 13 plus 11. Is it correct? അതായത് നത്തിങ്. ഇതിൽ ഈ 9 എന്നാണ് ഈ ബോൾ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബോൾ ക്യാൻ ബി 6, റൈറ്റ്? വീണ്ടും കള്ളക്കളി. അത് കള്ളക്കളി അല്ല, ചതിയല്ല. കാരണം ഇത് ബോളാണ്. ഞാൻ പറഞ്ഞില്ല ഏത് ബോൾ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. ബോൾ നിങ്ങളോട് പറഞ്ഞോ ഞാൻ 9 പോലെ വെക്കണം? വീണ്ടും ഞാൻ പറയുന്നു, പെർസെപ്ഷൻസ് മാറ്റർ, തിങ്കിങ് മാറ്റർ, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് മാറ്റേഴ്സ്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, വെറുതെ അല്ല. ഈ ഒരു ക്വിസ് ഞാൻ ചുമ്മാ നിങ്ങൾ എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും എത്ര പേര് ഇന്ററാക്ട് ചെയ്യുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടും ചെയ്തതാണെങ്കിലും കൂടി, interaction is very important, right? Interacting with audience is very important. If you are running a digital marketing for your business, if you are spending money, if you are investing for digital marketing for your business, understand one important thing: interaction does matter. Interaction വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആളുകൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യണം. അപ്പൊ ആളുകളെ ഇന്ററാക്ട് ചെയ്യിപ്പിക്കുക എന്നൊരു ലക്ഷ്യം നമ്മൾക്കുണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. Right, now coming to the point. See, there are 3 type of thing that you can do in digital marketing. നിങ്ങളുടെ ലക്ഷ്യം 3 എണ്ണമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. ഈ 3 എണ്ണം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് there is something called reach, second thing is engagement, third one is leads അല്ലെങ്കിൽ ബിസിനസ്. റീച്ച്, എൻഗേജ്മെന്റ്, ബിസിനസ്. നിങ്ങളൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഒരിക്കലും ആദ്യം മുതലേ ഇത് ഞാൻ പറയാനുള്ള ഒരു കാരണം, ഇവിടെ അഷ്റഫ് ഇരിക്കുന്നുണ്ട്. അഷ്റഫ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യുന്ന ആളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഇതാണ്. ക്ലയൻസ് നമ്മളെടുത്ത് രാകേഷ് ഒരു മിനിറ്റ്, നമ്മുടെ ND ബിസിനസ് ലൈനിലുണ്ട് തോന്നുന്നുണ്ട്. ഐ തിങ്ക് ND ബിസിനസ് ഈസ് ഹിയർ. സർ 1 minute, allow him to speak something. Dear Siddharjit ji, aap yahan hai? Are you here? You can unmute and speak. Hello. Hello, sir. Thank you very much, my friends. ZP, Sajid, how are you? So I just wanted to take this opportunity to talk to members of Zone 19. Zone 21, sir. Zone 21. Yeah, this is 21. Yes. Yeah. So thank you so much for supporting Business Trio program in a grand way. Thank you, sir. I am really feeling very happy that for the last 3 days you people are doing great, and I did not wanted to miss the time that at 10 p.m. you are having a session on digital Yes. marketing. Yes. This is really good. So as well said by Shiv Kheda, winners don't do different things, they do things differently. So now it's a time to opt for smart work. Yes. Instead of hard work, it's a time to move for smart work. And JCI is giving opportunity and to all of you to skill up you, give you a confidence, brush up your skills, how to present your products via digital marketing. And thank you so much to the trainer for giving so wonderful tips. Thank you so much, sir. I was hearing the session. I was not able to understand the language, but from the slides and from the expressions given by you people, I can understand that something good and positive going on. And happy to know that Sajid, you people are doing really wonders Thank you, sir. in taking this plan of action business trial to further heights. And as the slogan given by your our national president and ND Business, let us connect for business. Let us means all of us. Yes. Zone 21 and our JCI India from Zone 1 to 25 and all the members. And as you also know that JCI India is very soon coming up with one national platform called JCOM to Yes. provide opportunity to all the members pan India, to give them opportunity to develop, to collaborate by sharing their best practices. So all the best to all the members of Zone 21. I have very strong bonding with Zone 21 and a lot of love for all of you guys. Thank you so much.
And this is not the end of the business days. We have more months. We will have so many new things. I have seen so many big companies are having their board meetings online on these digital platforms. Yes. Only the need is that we need to learn how better way we can take benefit of this digital platform. So speed up. Thank you so much. All the best. Congratulations, Sajid. Please carry on. Thank you, sir. Carry on your meeting. Thank you. And thanks. Sorry to interrupt you guys. No just issue, sir. It's for our the pleasure. interaction. Yeah. Thank you It's very much. absolutely a Please pleasure, carry on. sir. Thank you. You joined. Thank you. It's absolutely a Thank you, pleasure that you Rakesh. joined. Okay, thank you for your Thank you presence so here. much, Rakesh. Okay. Thank you. Rakesh, Thank you. you can Thank you. continue. Thank you. Thank you so much. Yeah. Sir. ഓക്കെ. അപ്പോൾ സോൺ 21 ആൾക്കാരാണ് ഇവിടെ അധികം ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അതായത് സെറ്റ് പി സജിത്ത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി തിരുത്തിയില്ല എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ അല്ലെ. സോൺ ഡയറക്ടർ ബിസിനസ് ആണ് സജിത്ത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അത് ഇറ്റ് വാസ് എ സർപ്രൈസ് ഓഫ് കോഴ്സ്. ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന അതായിരുന്നു. നമുക്ക് ഫ്ലോ പോയിട്ടില്ല എന്ന് വിചാരിക്കണം. എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതായത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. ഇപ്പോൾ അവിടെ അഷ്റഫ് ഉണ്ട്. അഷ്റഫും ഞാനൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇതാണ്, ഈ പറഞ്ഞതാണ്. അതായത് ആളുകൾ തുടക്കത്തിൽ തന്നെ ബിസിനസ്, അതായത് ഞാനിപ്പോ ഒരു 100 രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇട്ടാൽ അത് എത്ര രൂപയ്ക്ക് തിരിച്ചു കിട്ടും എന്നുള്ളൊരു ചിന്ത. ഡയറക്റ്റ് ബിസിനസ് കൺവേർഷന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ, അതായത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഷെയർ ദ സ്ക്രീൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇവിടെ വലിയ വലിയ കമ്പനികൾ എന്ത് ചെയ്തു അത് കാണിച്ച്, അല്ലെങ്കിൽ ഒരുപാട് അവർ ചെയ്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ എങ്ങനെ ഒന്നും പറയുന്നില്ല. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുന്നില്ല. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ഷൻ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഹൗ ടു ക്രിയേറ്റ് എഫക്റ്റീവ് ആൻഡ് റെലവെന്റ് ഓൺലൈൻ പ്രസൻസ്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പൊ ഇതില് കീ ഫാക്ട്സ് ആൻഡ് കീ ഫൈൻഡിങ്സ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വാട്ട് ടു ഡു, വെൻ ടു ഡു, എപ്പോൾ ചെയ്യണം, അങ്ങനെ ഹൗ ടു ഡു ഓൾസോ ഐ വിൽ ഡിസ്കസ്, ആൻഡ് ക്യു ആൻഡ് എ സെഷൻ. ഇത്രയുമാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു 11 മണി 11:15 വരെയാണ് നമ്മുടെ ഒരു സെഷന്റെ ദൈർഘ്യം ഉള്ളത്. അതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്യു ആൻഡ് എ സെഷനിൽ നമുക്ക് തീർക്കാവുന്നതാണ് എന്നുള്ളത് കൂടി പറയട്ടെ. റൈറ്റ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും പറയുന്നില്ല. മേക്കിംഗ് ഇറ്റ് ബിഗ് ഓൺലൈൻ. മേക്കിംഗ് ഇറ്റ് ബിഗ് ഓൺലൈൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ വേണ്ട മിനിമം പ്രസൻസിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഇതെന്താണെന്ന് ആദ്യമേ പറയാമോ? ഏതെന്താണെന്നാണ് എനിക്ക് മനസ്സിലായില്ല. സൗദി നിങ്ങൾ ചാറ്റിൽ ടൈപ്പ് ചെയ്തോളൂ, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, എന്താണെന്ന് ആദ്യം പറയാന്നുള്ളത്. അപ്പോൾ മേക്കിംഗ് ഇറ്റ് ബിഗ് ഓൺലൈൻ, നിങ്ങൾക്ക് ഓൺലൈൻ പ്രസൻസിന് വേണ്ട മിനിമം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഇവിടെ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്സ് ഇരിക്കുന്നുണ്ട്, ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിരിക്കുന്നുണ്ട്. ഇപ്പോൾ സജിത് ഭായിയൊക്കെ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ ആം അഡ്രസ്സിങ് ദാറ്റ് പേഴ്സൺ ഹു ഇസ് വെരി ന്യൂ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന രീതിയിലായിരിക്കും എൻ്റെ സെഷൻ ഉണ്ടാവുക. അതായത് ആദ്യമായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതുവരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് നോക്കാത്ത ബിസിനസ് ഓണേഴ്സോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളെങ്കിലും ഉണ്ടോ, അത്തരത്തിലുള്ള ആളുകളെയാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത്. ഐ ആം നോട്ട് അഡ്രസ്സിങ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കും ഈ സെഷൻ മുന്നോട്ട് പോകുന്നത് എന്നറിയാം. ഇപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, ഇപ്പോൾ പറഞ്ഞ പോലെ ഓൾറെഡി ഇത് അറിയുന്ന ആളുകൾക്കുള്ള സംശയങ്ങൾ നമുക്ക് അവസാനം Q&Aയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. മിനിമം തിങ് ദാറ്റ് വി ഷുഡ് ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ആദ്യം എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് അറിയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ ഡിജിറ്റൽ മീഡിയകളിലൂടെ ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. റൈറ്റ്. ഡിജിറ്റൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഞാൻ പറയും അത് ന്യൂ ജനറേഷൻ ഡിജിറ്റൽ മീഡിയകളിലൂടെ ചെയ്യുന്നതെന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാം. കാരണം മറ്റൊന്നുമല്ല, അതായത് ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും TV-യിൽ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കും. അതായത് TV-യിൽ ചെയ്യുന്ന ഇത് ഡിജിറ്റൽ മീഡിയ ത്രൂ ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണെങ്കിൽ കൂടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ലേറ്റസ്റ്റ്, അതായത് ന്യൂ ജനറേഷൻ ഡിജിറ്റൽ മീഡിയാസ്, സോഷ്യൽ മീഡിയ ആവട്ടെ, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ആവട്ടെ, ഓൺലൈൻ ന്യൂസ് പോർട്ടൽസ് ആവട്ടെ, അങ്ങനെ പല പല ഫാക്ടേഴ്സ്, പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൂടെ ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു തൗദീൻ സാറിന്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ബെയർ മിനിമം നമ്മൾക്ക് വേണ്ട ചില സാധനങ്ങളാണ് ഓൺലൈൻ
മാർക്കറ്റിങ്ങിന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമുക്ക് വേണ്ട ബെയർ മിനിമം തിങ്സ് അല്ലെങ്കിൽ അസറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഇൻഫർമേഷൻ, നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ ഇതിൽ വേണം, അല്ലേ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വേണം, റൈറ്റ്. അതിൽ വെയർ മിനിമം ആദ്യം വേണ്ട കാര്യം എന്ന് ഞാൻ പറയുന്ന സമയത്ത്, ലോങ് ടേം ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്ക് റിസൾട്ട്സ് ലോങ് ടേം ആയിട്ട് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ട സാധനം, ഇഫ് യു ആർ സീരിയസ്ലി റണ്ണിങ് എ ബിസിനസ്, വെബ്സൈറ്റ് നിർബന്ധമാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വെബ്സൈറ്റ് വേണം നിർബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാലോ. പക്ഷേ എന്തായിരിക്കും വ്യത്യാസം? എന്താ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിനു മുമ്പായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെഷനിൽ ഇരുന്ന ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ അല്ലാത്ത ആളുകൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം. വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്, അല്ലെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്? യു ക്യാൻ ടൈപ്പ് യുവർ ആൻസേഴ്സ് ഇൻ ദ ചാറ്റ് ബോക്സ്. ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? യു ക്യാൻ ചാറ്റ് ബോക്സ് ഇസ് ഓപ്പൺ, ഐ ബിലീവ്. യെസ്, ടു ദ പബ്ലിക്, ടാർഗറ്റ് കസ്റ്റമർ, അവർ ക്ലൈന്റ്, പബ്ലിക്. ഓക്കെ, പബ്ലിക്, target customer, okay, prospect customer, potential customer എന്നാണ് അലക്സ് ബൈ ബ്രില്യൻ്റ് ആൻസർ പറയാണ്. ഓൾ ദോസ് ഹു ആർ ലുക്കിംഗ് ഫോർ ഇൻഫർമേഷൻ, പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ, പബ്ലിക് ആണ്, പബ്ലിക്കിന് വേണ്ടിയാണ് എന്ന് പറയുന്നു. ഓക്കെ, മതി, ഇനഫ്, ഗുഡ്, ആൻസേഴ്സ് ആർ ഓൾ ഗുഡ്. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പോൾ എല്ലാവരും പറയുന്നു പ്രോസ്പെക്ട് കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്, അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതെ, സബരീഷ് ഭായ് ആണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെബ്സൈറ്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഫസ്റ്റ് ഉദ്ദേശം ആദ്യം നമ്മൾ ആരെ കാണിക്കണം എന്നാണ് വെച്ചാൽ, സെർച്ച് എഞ്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കുക. ഇത്രയും കാലം നമ്മൾ കസ്റ്റമേഴ്സിനെ കാണിക്കാനാണ് വെബ്സൈറ്റ്, പബ്ലിക്കിനെ കാണിക്കാനാണ് വെബ്സൈറ്റ്, പബ്ലിക്കിന് ഇൻഫർമേഷൻ, അതൊക്കെ ശരിയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രൈമറി എയിം ഷുഡ് ബി വി ആർ ക്രിയേറ്റിംഗ് വെബ്സൈറ്റ് ഫോർ ദി സെർച്ച് എഞ്ചിൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം ഈ പ്രോസ്പെക്ട് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റ് എത്തുന്നത്? നമുക്കൊരു 1000 പ്രോസ്പെക്ട് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് ഇവർക്ക് എല്ലാവർക്കും നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന്റെ URL അയച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലേ? അഡ്വർടൈസ്മെന്റ് ചെയ്താലും നമ്മൾ അഡ്വർടൈസ്മെന്റിൽ URL ഇങ്ങനെ ഇട്ട് പോവാണ്. പക്ഷെ എന്നാലും ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ, അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വരുന്ന വഴിക്ക് പറയും, ഇനി വരാൻ പോകുന്ന ഡിസ്കഷനിൽ ഞാൻ പറയും. ആദ്യം മനസ്സിലാക്കുക, നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൈമറിലി നമ്മളുടെ കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടിയല്ല, സെർച്ച് എഞ്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ശബരീഷ് ഭായ് പറഞ്ഞ പോലെ, ടു ബി വെരി സ്പെസിഫിക്, ഗൂഗിളിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ ഗൂഗിളിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്, റൈറ്റ്? അപ്പോൾ വെബ്സൈറ്റ് എന്ന് ഞാൻ എഴുതിയ സമയത്ത് ഇപ്പോൾ പലരും ആലോചിച്ചിട്ടുണ്ടാവും എന്താണ് ഇങ്ങനെ പറയാൻ കാരണം. വെബ്സൈറ്റ് ഞാൻ പറയാൻ കാരണം ഇതാണ്, നമ്മുടെ ചിന്താഗതി മാറ്റണം. നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷേ പ്രൈമറി എയിം ടു ഷോ സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ സെർച്ച് എഞ്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തായിരിക്കും അതിലെ പെർസെപ്ഷനിലെ ഡിഫറൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സെർച്ച് എഞ്ചിൻ നിങ്ങളുടെ വെബ്സൈറ്റ് മുകളിൽ എത്തിക്കുള്ളൂ, ആളുകൾക്ക് കൊടുക്കുള്ളൂ. മിനിമം തിങ്, ഇറ്റ്സ് എ ഫാക്ട്. ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യം നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വെബ്സൈറ്റ് മുകളിലെത്തൂ. എന്തുകൊണ്ട് സുലേഖ, ജസ്റ്റ് ഡയൽ അല്ലെങ്കിൽ യെല്ലോ പേജസ് വെബ്സൈറ്റുകൾ നമ്മുടെ സാധാരണ വെബ്സൈറ്റിനേക്കാളും റിസൾട്ടിൽ മുകളിൽ വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങൾ കൂടുതലുള്ള സൈറ്റുകൾ അതായതുകൊണ്ട്, അവിടെ ആളുകൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് ഗൂഗിളിന് അറിയുന്നത് കൊണ്ടും ആയിരിക്കും ഒരു പക്ഷേ. പിന്നെ അവർ ഒരുപാട് SEO ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് അവർ മുകളിൽ വരുന്നത്. അതായത് ഗൂഗിൾ ഈസ് ഗെറ്റിംഗ് സ്മാർട്ടർ ഡേ ബൈ ഡേ. നിങ്ങളുടെ ഒരു കസ്റ്റമറുടെ പെയിൻ പോയിന്റ് സോൾവ് ചെയ്യാനുള്ള ആൻസർ, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഒരു ആൻസർ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉള്ള ഒരു ആൻസർ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്, റൈറ്റ്? ഒരാൾ ഇപ്പോൾ അലക്സ് ബൈയുടെ ബിസിനസ്, അല്ലേ, ഹോമിയോ ക്ലിനിക്കാണ്, വെൽനസ് ക്ലിനിക്സ് ഇൻ പാലക്കാട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അലക്സ് ബൈയുടെ വെബ്സൈറ്റ് മുകളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് വെറുതെ ഉണ്ടാക്കി വെച്ചാൽ പോരാ. ആ വെബ്സൈറ്റിൽ കുറേ സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഗൂഗിളിന് വേണ്ട രീതിയിലുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, സ്ട്രക്ചർ ഓഫ് ദ വെബ്സൈറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ലിങ്കുകൾ, വെബ്സൈറ്റിലെ ലിങ്കുകൾ ഷുഡ് ബി വെരി ഇമ്പോർട്ടൻറ്റ്.
വെബ്സൈറ്റിൽ എറേഴ്സ് കുറവായിരിക്കണം, ബ്രോക്കൺ ലിങ്കുകൾ ഉണ്ടാവാൻ പാടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഈ 3 സാധനത്തിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കണ്ടന്റ് ഇൻ യുവർ വെബ്സൈറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ വെബ്സൈറ്റിലുള്ള കണ്ടന്റ് ആളുകളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനായി മാറുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. So website is the first thing that we should have as an online asset, and that online asset need to be framed for the search engines, not for the direct customers. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ, ഇനി അത് വേറൊരു ചോദ്യം കൂടി വരും. അതായത് അതെങ്ങനെയാണ് നമ്മൾ ആ കണ്ടന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് അപ്ഡേറ്റഡ് ആവണം. അപ്ഡേറ്റഡ് ആവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പേജും ഒരു പക്ഷേ ഗാലക്സി A17 നിങ്ങൾ ഫോണിന്റെ പേര് മാറ്റി നിങ്ങളുടെ പേരിട്ടാൽ വി ക്യാൻ അൺമ്യൂട്ട് യു. പ്ലീസ് റീനെയിം യുവർ ഫോൺസ് നെയിം വിത്ത് യുവർ ആക്ച്വൽ നെയിം, എന്നാൽ അൺമ്യൂട്ട് ചെയ്യാം. കൈപൊന്തിക്കുന്നു, 2-3 ദിവസം കൈപൊന്തിച്ചുകൊണ്ടാട്ടോ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, കണ്ടന്റ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെയാണ് വെബ്സൈറ്റുകളിൽ ബ്ലോഗുകളുടെയും ആർട്ടിക്കിൾസുകളുടെയും റെലവൻസ് വരുന്നത്, അല്ലെ? അതായത് കൊറോണ സമയം 10 things that you should know അല്ലെങ്കിൽ you should not do during കൊറോണ, ഒരു വെൽനസ് ആർട്ടിക്കിൾ നമ്മൾ എഴുതി അലക്സ് ബൈയുടെ വെബ്സൈറ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം, റൈറ്റ്? അത് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ പ്രോസ്പെക്ട് കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണോ അല്ലയോ? അതൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ്, ഞാൻ അലക്സ് ബൈയുടെ ബിസിനസ് അറിയാവുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ആ രീതിയിലുള്ള കണ്ടന്റ് വെബ്സൈറ്റിൽ നമുക്ക് അത്യാവശ്യം കണ്ടന്റ് വേണം. അപ്പൊ അവിടെയാണ് വെബ്സൈറ്റിലെ കണ്ടന്റിന്റെ റെലവൻസ് വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വെബ്സൈറ്റിൽ ആളുകൾ തിരയാൻ സാധ്യതയുള്ള കീവേഡുകൾ അത് അറിഞ്ഞിരിക്കണം, അതിനുള്ള കണ്ടന്റ് കൊടുക്കണം. ഇനി എങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റിലെ കണ്ടന്റ് ഫ്രെയിം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ കീവേഡ്സ് ആദ്യം നമ്മൾ റിസർച്ച് ചെയ്യണം. കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തിരയുന്ന ടേമിനെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആളുകൾ നമ്മുടെ തിരയുന്ന ടേമിനെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പല പല കീവേഡ്സ് ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ പോലെ വെൽനസ് സെന്റർ ഇൻ പാലക്കാട്, അല്ലെങ്കിൽ വെൽനസ് സെന്റർ ഇൻ കേരള തന്നെ ആയിക്കോട്ടെ, കേരള, അല്ലെങ്കിൽ പോട്ടെ ഇനിയിപ്പോ ഹോമിയോ ക്ലിനിക്സ് ഇൻ പാലക്കാട്. ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ കണ്ടന്റിൽ അത്യാവശ്യം ഉണ്ടാവണം. ഓവർ ആവാനും പാടില്ല, അതുപോലെ ഇതുമില്ല, എന്താ പറയാ, കുറയാനും പാടില്ല. ആ രീതിയിലായിരിക്കണം നമ്മുടെ ഇത് വരേണ്ടത്, അതായത് നമ്മുടെ കണ്ടന്റ് വരേണ്ടത് എന്ന് മനസ്സിലാക്കുക. അവിടെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്ന അസറ്റിന്റെ ഇമ്പോർട്ടൻസ്. ഇനി എന്തിനാണ് വെബ്സൈറ്റ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള വേറൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഏത് മീഡിയയിലൂടെ നമ്മൾ ആളുകളുടെ അടുത്ത് എത്തിയാലും അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടുകയും നിങ്ങളുമായി ഏറ്റവും പെട്ടെന്ന് കോണ്ടാക്ട് സ്ഥാപിക്കാൻ കഴിയുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടത്. വെബ്സൈറ്റ് ഈസ് എ 24/7 into 365 മാർക്കറ്റിംഗ് സ്റ്റാഫ് ഫോർ യു. ഡിജിറ്റൽ മീഡിയയിലുള്ള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 365 ദിവസം വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫിനെ പോലെ ആയിരിക്കണം നിങ്ങളുടെ വെബ്സൈറ്റ്, റൈറ്റ്? അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ റെലവൻസ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഫസ്റ്റ് വെബ്സൈറ്റ്, ഡിജിറ്റൽ അസെറ്റ് ദാറ്റ് വി ഷുഡ് മെയിൻറ്റെയിൻ, ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സെക്കൻഡ് അസെറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രൊഫൈലുകളാണ്. നമ്മുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ്, സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്. ഇവിടെ നമ്മൾ ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മളിവിടെ ചെറിയൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും സജിത് ഭായിയും അതുപോലെ ഘോഷൊക്കെ നമ്മൾ ചർച്ച ചെയ്യായിരുന്നു. പല പല പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, അല്ലെ? ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് റെലവെന്റ് ആണോ, അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളതിനൊന്നും നോക്കാതെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അതായത് എല്ലാ പ്രൊഫൈലുകളും നിങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയകളിലും, എല്ലാ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളിലും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ആക്ടിവിറ്റീസ് എത്ര വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുള്ള സ്ലൈഡ്സുകളൊക്കെ നമ്മൾ വരുന്നുണ്ട്. സോ വിൽ ലുക്ക് ത്രൂ ദാറ്റ്. പക്ഷേ എല്ലാ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലും, എല്ലാ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളിലും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അത് എന്തായാലും നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്രോസ് പോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതായത് ബാക്കിയുള്ള പ്രൊഫൈലുകളിലേക്കും ബാക്കിയുള്ള മീഡിയകളിലേക്കും പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് എല്ലാത്തിലും നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കുക, റൈറ്റ്? അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള 2 വെബ് അസെറ്റ്സ് ആണ്. വെബ്സൈറ്റ് അസെറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ഡിജിറ്റൽ അസെറ്റ്സ് ആണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടി ചെയ്യുന്ന കാര്യം. ഓക്കെ, 1 സെക്കൻഡ്, ചാറ്റിൽ വന്നിട്ടുണ്ടോ? ഓക്കെ, ഗ്രേറ്റ്, എക്സലന്റ്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഓൺലൈൻ പ്രസൻസ് എന്ന് പറയുന്നത്. ഇതിന് എത്രത്തോളം മോഡിഫൈ ചെയ്തെടുക്കാം, എത്രത്തോളം ഭംഗിയാക്കാം, അതിനെന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ.
ഈ പറഞ്ഞ കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ Q&A സെഷനിൽ അത് ക്ലിയർ ചെയ്യുന്നതാണ്. റൈറ്റ്, ലെറ്റ്സ് മൂവ് ഫോർവേഡ്. മൂവിങ് ഫോർവേഡ് ടു വേർ ടു സ്റ്റാർട്ട് എന്നുള്ളതാണ്. ക്രിയേറ്റ് യുവർ ബ്രാൻഡ് പ്രൊഫൈൽ, present your product or service, seek your target audience. റൈറ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഓൺലൈനിൽ അസറ്റ് ഉണ്ടാക്കി വെച്ചു, അല്ലെ വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചു, പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചു. ഇത് രണ്ടും വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, മാനേജ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ വെബ്സൈറ്റിൽ ഈ പറഞ്ഞ പോലെ കണ്ടന്റിന്റെ അപ്ഡേഷൻ ഞാൻ പറഞ്ഞു. അതേപോലെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലാണെങ്കിൽ ഓരോരോ ബ്രാൻഡ് ഇതിലൊക്കെ ട്രെൻഡ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ആളുകൾ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ റെസ്പോണ്ട് ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ക്വിസ് ഒക്കെ ചെയ്തില്ല. ഈ ക്വിസ് ചെയ്ത് എന്തിനാണ്? നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ഞാൻ ആ ക്വിസ് നടത്താതെ ഡയറക്റ്റ് സെഷനിലേക്ക് കയറിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നതിൽ ഒരു 20% ആളുകളെങ്കിലും ഇത്ര ശ്രദ്ധിക്കില്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. റൈറ്റ്, അപ്പൊ അത്തരത്തിലുള്ള എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വേണം. അതൊക്കെ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു ക്രിയേറ്റിംഗ് യുവർ ബ്രാൻഡ് പ്രൊഫൈൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് തിങ്, അത് പറഞ്ഞ പോലെ തന്നെ പ്രസന്റ് യുവർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. അത് ഏത് രീതിയിൽ എത്ര ക്രിയേറ്റീവ് ആയിട്ട് എത്ര ഐ കാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. റെലവെന്റ് ആയിട്ട് എത്ര ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണെന്ന് എങ്ങനെ കാണിക്കാൻ പറ്റും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സീക്കിംഗ് യുവർ ഓഡിയൻസ്, ടാർഗറ്റ് ഓഡിയൻസ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. റൈറ്റ്, ഈ 2 സ്റ്റെപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് സീക്കിംഗ് യുവർ ടാർഗറ്റ് ഓഡിയൻസ്. ഈ ടാർഗറ്റ് ഓഡിയൻസിനെ സീക്ക് ചെയ്യുന്നതിന് മുമ്പേ എവറി ബിസിനസ്, നിങ്ങൾ എല്ലാവരും മാർക്കറ്റ് സ്റ്റഡി നടത്തുന്നുണ്ടാവും. ബിസിനസ് നടത്തുന്നവരെല്ലാവരും മാർക്കറ്റ് സ്റ്റഡി നടത്തുന്നുണ്ടാവും. അപ്പോൾ ഈ മാർക്കറ്റ് സ്റ്റഡി നടത്തുന്നതിന്റെ കൂടെ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്റ്റഡി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. ആ സാധനത്തിന്റെ പേരാണ് ക്രിയേറ്റിംഗ് എ കസ്റ്റമർ പെർസോണ. കസ്റ്റമർ പെർസോണ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കസ്റ്റമർ പെർസോണ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമർ ആരാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നതിനാണ് ക്രിയേറ്റ് കസ്റ്റമർ പെർസോണ എന്ന് പറയുന്നത്. ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ടി വിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ്, ഇത് ആരൊക്കെ കാണുന്നു, എവിടേക്ക് എത്തുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് കണക്കുകൾ ഇത്ര ഇതുണ്ട് എന്ന് അറിയാം, എത്ര വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ഇത്ര വ്യൂവേഴ്സ് ഉണ്ട്, ന്യൂസ് പേപ്പേഴ്സിനാണ് ഇത്ര വരിക്കാരുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. എങ്കിൽ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ പ്രോസ്പെക്ട് കസ്റ്റമേഴ്സിന്റെ അടുത്ത് മാത്രമാണോ എത്തുന്നത് നമുക്കറിയില്ല. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു അഡ്വാൻറ്റേജും അതാണ്. സോ യു ക്യാൻ റീച്ച് ടു ദി റൈറ്റ് ഓഡിയൻസ്, നിങ്ങളുടെ റൈറ്റ് ഓഡിയൻസിൽ എത്താൻ പറ്റും. അപ്പൊ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു കസ്റ്റമർ പെർസോണ ക്രിയേറ്റ് ചെയ്യണം. ബയർ പെർസോണ എന്നും പറയും, യൂസർ പെർസോണ എന്നും പറയും, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അതിന്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ആരാണ് നിങ്ങളുടെ കസ്റ്റമർ, നിങ്ങളുടെ കസ്റ്റമർ, ഒരു ഐഡിയൽ കസ്റ്റമർ ഫോർ യു, അത് ആരാണ് എന്ന് കണ്ടുപിടിക്കലാണ്. അത് പല ഡെമോഗ്രാഫിക്സ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്ര ഏജ് ഗ്രൂപ്പ് മുതൽ ഇത്ര ഏജ് ഗ്രൂപ്പ് വരെ, ഈ ഏജ് മുതൽ ഈ ഏജിനിടയിലുള്ള ആളുകളാണ് എൻ്റെ കസ്റ്റമർ. റൈറ്റ്, മെയിൽ ഫീമെയിൽ, ഇത്ര ശതമാനം മെയിൽ, ഇത്ര ശതമാനം ഫീമെയിൽ ആയിരിക്കും. അതായത് എനിക്ക് വരുന്ന ഒരു 80% കസ്റ്റമേഴ്സും ഫീമെയിൽ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫീമെയിൽ ആണ് നിങ്ങളുടെ കസ്റ്റമർ പെർസോണയിൽ ഒരു കാര്യം. നെക്സ്റ്റ് തിങ്, അവരുടെ സ്പെൻഡിങ് ഹാബിറ്റ് എങ്ങനെയാണ്, ഇത്ര മുതൽ ഇത്ര പൈസ വരെ സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളായിരിക്കും എൻ്റെ കസ്റ്റമർ. അവരുടെ സ്ഥലം ഇതാണ്, പാലക്കാട് ഏരിയ ആണ് പാലക്കാട് ഏരിയ, കോഴിക്കോടാണ് കോഴിക്കോട്. ഇപ്പോൾ കോഴിക്കോട് തന്നെ സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ താമരശ്ശേരി ഏരിയയിലുള്ളവരാണ് എൻ്റെ കസ്റ്റമേഴ്സ്, അല്ലെ എൻ്റെ പ്രോസ്പെക്ട് കസ്റ്റമർ. അപ്പോൾ ഇനിയിപ്പോൾ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ലിമിറ്റ് ഇല്ലെങ്കിൽ കൺട്രി ആണെങ്കിൽ ഓൾ ഇന്ത്യ ആണെങ്കിൽ ഓൾ കേരള ആണെങ്കിൽ അങ്ങനെ ആ രീതിയിലായിരിക്കും ഇവരുടെ ലൊക്കേഷൻ. റൈറ്റ്, ഇങ്ങനെ പല ഫാക്ടേഴ്സ്. പിന്നെ അവരുടെ ഇൻട്രസ്റ്റുകൾ, എന്തൊക്കെ തരത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കും, അല്ലേ? ഇപ്പോൾ വെൽനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആള്, അല്ലെങ്കിൽ യോഗയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആള്, പിന്നെ ട്രീറ്റ്മെന്റ്സ്, അതേപോലെ ഈ വെൽനസ് ട്രീറ്റ്മെന്റ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആള്, ഇത്തരത്തിലുള്ള ആളുകൾ. അപ്പൊ ഞാൻ ഈ പറയുന്നത് ഡോക്ടർ അലക്സിന്റെ ബിസിനസ് ബേസ് ചെയ്തിട്ട് ഞാനൊരു എക്സാമ്പിൾ എടുത്തതുകൊണ്ട് അതിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ബിസിനസ് മാറ്റി പിടിക്കണമെങ്കിൽ മാറ്റി പിടിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളൊരു ബയർ പെർസോണ, കസ്റ്റമർ പെർസോണ ക്രിയേറ്റ് ചെയ്യണം. ഇത് എന്തിനാണെന്ന് ഞാൻ പറയാം. റൈറ്റ്, ഇങ്ങനെ ഒരു പെർസോണ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇവരെവിടെയാണ് സമയം ചെലവഴിക്കുന്നത് ഡിജിറ്റൽ വേൾഡിൽ എന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. റൈറ്റ്, ഒരു ഏജ് ഗ്രൂപ്പ് 20 മുതൽ അല്ലെങ്കിൽ 18 മുതൽ 25 വരെ ഏജ് ഗ്രൂപ്പ് ഉള്ള ആളുകളാണ് നിങ്ങളുടെ കസ്റ്റമർ പെർസോണയിൽ എന്ന് വിചാരിക്കുക, ബയർ പെർസോണയിൽ എന്ന് വിചാരിക്കുക. ഇന്നത്തെ സിറ്റുവേഷനിൽ അവരുള്ളത് ഇൻസ്റ്റഗ്രാമിലാണ്, ഫേസ്ബുക്കിൽ അവരുടെ പ്രസൻസ് കുറവാണ്. റൈറ്റ്, ഇൻസ്റ്റഗ്രാം ആണ് അപ്പൊ നിങ്ങൾക്ക് പറ്റിയ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നിങ്ങൾക്ക് മനസ്സിലായി. അതെങ്ങനെയാ മനസ്സിലായത്? നിങ്ങളുടെ ബയർ പെർസോണ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മനസ്സിലായത്. ഇനി നിങ്ങൾ B2B ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ, B2B ബിസിനസ് നോക്കുന്ന ആളുകൾക്കാണ് നിങ്ങൾ സെല് ചെയ്യാൻ പോകുന്നത് എങ്കിൽ
അപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസ് സെല് ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിലധികം പോപ്പുലർ അല്ലെങ്കിലും കൂടി ലിങ്ക്ഡിൻ എന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനാദ്യം നമ്മൾ ബയർ പെർസോണ ചെയ്യണം. അല്ലാതെ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നേരെ കയറി ഫേസ്ബുക്കിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യലോ അല്ലെങ്കിൽ പോസ്റ്റർ ഉണ്ടാക്കലോ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ബയർ പെർസോണ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, മനസ്സിലാക്കുക. ഇനി ഫങ്ഷണൽ നീഡും ഇമോഷണൽ നീഡും ഉണ്ട്. ഫങ്ഷണൽ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെരുപ്പ് അല്ലെ, ഇപ്പൊ ഞാൻ ഇപ്പോൾ എന്റെ മോൾ ചെറിയ മോളാണ്, മോളെയും കൊണ്ട് ഞാൻ ചെരുപ്പ് വാങ്ങാൻ പോവുകയാണെങ്കിൽ, ഷൂ വാങ്ങാൻ പോവുകയാണെങ്കിൽ അല്ലെ, ആ ഷൂ വാങ്ങാൻ പോവുകയാണെങ്കിൽ അതിന് ഫങ്ഷണൽ നീഡ് എന്ന് പറയുന്നത്, അത് ഷൂ എന്ന് പറയുന്നതിന് ഫങ്ഷണൽ നീഡ് എല്ലാവർക്കും അറിയാം, കാല് പ്രൊട്ടക്ട് ചെയ്യാനാണ് അല്ലെങ്കിൽ അതിനാണ് ഇതാണ്. ഇമോഷണൽ നീഡ് എന്ന് പറയുന്നത് അതിന്റെ ഭംഗി അല്ലെങ്കിൽ അതിന്റെ ഒരു അട്രാക്ഷൻ ഏത് രീതിയിലാണ്. ഈ രണ്ട് രീതിയിലുള്ള നീഡ്സും നമുക്ക് മനസ്സിലാവണമെങ്കിൽ, അല്ലെങ്കിൽ ഈ രണ്ട് രീതിയിലുള്ള നീഡ്സിൽ ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് ഏത് നീഡിന് കൊടുക്കുന്നവരാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഡെമോഗ്രാഫിക്സ് നോക്കിയേ പറ്റുള്ളൂ. ഒരു ടീനേജർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവരിപ്പോൾ പാരന്റ്സിന്റെ കൂടെ ആണെങ്കിലും ഒരു പക്ഷേ അവർ വാട്സപ്പിലൂടെ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടോ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിൽ, അതായത് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കുന്നു, ഇത്തരത്തിലുള്ള പർച്ചേസുകളൊക്കെ നടത്തും. അതാണ് ഇമോഷണൽ നീഡ് എന്ന് പറയുന്നത്, റൈറ്റ്? അതായത് ഈവൻ ദോ അവർക്ക് ആവശ്യം നടക്കണം എന്ന് കൂടിയാണെങ്കിലും ബാക്കിയുള്ളവരും കൂടി കണ്ടിഷ്ടപ്പെടണം എന്നൊരു ഇമോഷണൽ നീഡ് അവിടെ ഉണ്ടാവണം. പിന്നെ വാട്ട് മോട്ടിവേറ്റ്സ് ദം എന്നുള്ളത് അറിയണം. എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റ് ആണ് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇപ്പൊ ടീനേജേഴ്സിന് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കില്ല ഒരു പക്ഷേ ഡിസിഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ ഒരു 35 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഏത് രീതിയിലാണ് അവരുടെ ആക്ഷൻ, അല്ലെങ്കിൽ എന്ത് കണ്ടാലാണ് അവർ ആക്ഷൻ എടുക്കുക എന്ന് നമ്മൾ അറിയണം. പ്രൈസ് ഒരു ഫാക്ടറാണ് അല്ലെ. ഇപ്പൊ നമ്മൾ പറയും ക്വാളിറ്റി, പ്രൈസ്, ക്വാളിറ്റി, പിന്നെ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി, ഇത്തരത്തിലുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. ഏത് ഫാക്ടേഴ്സിന്റെ മുകളിലായിരിക്കും ഇവർ ആക്ഷൻ എടുക്കാൻ സാധ്യത? ഇങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർ, ഒരു ഐഡിയൽ കസ്റ്റമറിനെയാണ് നമ്മൾ കസ്റ്റമർ പെർസോണ അല്ലെങ്കിൽ യൂസർ പെർസോണ എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പൊ നിങ്ങൾ ഈ യൂസർ പെർസോണ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ യൂസർ പെർസോണ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മളുടെ ഇവരുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോകണം. ആ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി അധിക ആൾക്കാരും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. അപ്പൊ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. ഈ ബിസിനസ്സുകാർക്കൊക്കെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ടാവും. ഒരു വർഷത്തേക്ക് ഇത്ര രൂപ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് നിങ്ങൾ മാറ്റിവെക്കും അല്ലെ. അതിൽ എത്ര ശതമാനം ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് സ്പെൻഡ് ചെയ്യണം എന്ന് നമ്മൾ പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരോട് ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ എത്ര പേര് ഈ പറഞ്ഞ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സജീവമാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര എമൗണ്ട് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. റൈറ്റ് അവേ എനിക്ക് ഇപ്പോൾ 50% നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്യണം എന്ന് പറയാൻ അപ്പോൾ അതിലൊരു കാര്യമുണ്ട്. ഈവൻ ദോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് എ ബിസിനസ് ഫോർ മീ, വി ഹാവ് ടു ആക്ട് ആസ് എ കൺസൾട്ടന്റ് സംവെയർ. പല സ്ഥലത്തും നമ്മൾ കൺസൾട്ടന്റ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ ഇപ്പോൾ നിങ്ങളൊരു കസ്റ്റമർ പെർസോണ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കസ്റ്റമേഴ്സിൽ എത്ര പേര് ഡിജിറ്റൽ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ സജീവമാണ്, ഡിസിഷൻ മേക്കേഴ്സ് എത്ര പേര് അവിടെ ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടത്. ഇനി ഇപ്പോഴുള്ള കാലത്തൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ഉറപ്പാണ്, ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഒക്കെ വരികയാണെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ സമയം ആളുകൾ മൊബൈലിലും കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ആളുകൾ, യൂട്യൂബിലും മൊബൈൽ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന, അതേപോലെ യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ കണ്ടന്റ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. അപ്പൊ അത്തരത്തിലുള്ള അവസരങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഒരുവിധ എല്ലാ കസ്റ്റമേഴ്സും ഓൺലൈനിൽ ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് യു ക്യാൻ ഡയറക്ട്ലി ഡിസൈഡ് എത്ര ശതമാനം, നിങ്ങൾ 50% ആണെങ്കിലും 60% ആണെങ്കിലും യു ക്യാൻ സ്പെൻഡ് ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പക്ഷേ അത് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഡിസൈഡ് ചെയ്യേണ്ട ഫാക്ടർ ഇതാണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സ് എവിടെയാണ് ഉള്ളത്, നിങ്ങളുടെ കസ്റ്റമർ പെർസോണ, നിങ്ങളുടെ യൂസർ പെർസോണ അത് ആരാണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ കാര്യം ഡിസൈഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി മൂവിങ് ഫോർവേഡ് ടു ക്രിയേറ്റിംഗ് എ ബിഗർ ഓൺലൈൻ പ്രസൻസ്. ഇവിടെ ഞാനൊരു ചാർട്ട് ഇട്ടിട്ടുണ്ട്. ഈ ചാർട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ലാസ്റ്റ് ഈ കൊറോണയുടെ സമയത്ത് ഹീറോ മോട്ടോ കോർപ്പിന്റെ സൗത്ത് കേരള ഉള്ള പ്രൊമോഷൻസ്, അവരുടെ ഡയറക്റ്റ് ലീഡ് ജനറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളാണ് ഹീറോയുടെ ഡയറക്റ്റ് ചെയ്തത്. അതുപോലെ കിയ കാർണിവൽ എന്ന് പറഞ്ഞ കിയ കാർണിവലിന്റെ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഏരിയയിലുള്ള ഓൺലൈൻ പ്രൊമോഷൻസ് ഒക്കെ നമ്മളാണ് ചെയ്തത്. അപ്പൊ അതേപോലെ കുറെ ക്ലയൻസിന് വേണ്ടി നമ്മൾ ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഹൗ മച്ച് വി ഷുഡ് ഇൻവെസ്റ്റ്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ കൂടുതൽ പ്രസൻസ് ഉണ്ടാവേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു ഗ്രാഫ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടാണ്. ബിസിനസ് ടു ബിസിനസ് ഇത് വേരി ചെയ്യുമെങ്കിലും കൂടി ഓൺ ആൻ ആവറേജ് വാല്യൂ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് കൺവേർഷൻ
നടക്കുന്ന മീഡിയ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കൺവേർഷൻ, അതായത് ബിസിനസ് കൺവേർഷൻ നടക്കുന്നത് സെർച്ച് എഞ്ചിനിലാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഇത് ബിസിനസ് ടു ബിസിനസ് വേരി ചെയ്യുമെങ്കിലും കൂടി ഓൺ ആൻ ആവറേജ് വാല്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് മുകളിലാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറയുകയാണ് ഒരു 5 ലക്ഷം മുകളിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇപ്പോൾ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, വില്ലകളുണ്ട്. അപ്പോൾ നമ്മൾ കുറെ അപ്പാർട്ട്മെന്റ്സിനും വില്ലാസിനും ഒക്കെ വേണ്ടി പ്രൊജക്ട് ചെയ്യാറുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 75 lakh റുപ്പീസിന് മുകളിലാണ്. അപ്പൊ ഇതിനൊക്കെ ക്വാളിറ്റി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൈൻഡ് ഓഫ് ലീഡ്സ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ബാക്കി ചാനലുകളിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പൈസ സെർച്ച് എഞ്ചിനിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് ഇവിടെ 60% ഞാൻ എഴുതാൻ കാരണം. റൈറ്റ്? കാരണം സോഷ്യൽ മീഡിയയിലും ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, 75% ഓഫ് ബിസിനസ്സിനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വേണം, അത് നിർബന്ധമാണ്. പക്ഷേ ഒരിക്കലും അത് ഡയറക്റ്റ് ബിസിനസ് ജനറേറ്റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. റൈറ്റ്? ഡയറക്റ്റ് ബിസിനസ് ജനറേറ്റിംഗ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. വോളിയം നിങ്ങൾ കൂടുതൽ ആളുകളുടെ അടുത്തെത്തും. നിങ്ങളുടെ ബ്രാൻഡിങ്ങിനും പോപ്പുലറൈസ് ചെയ്യാനും നിങ്ങളുടെ പ്രൊമോഷനും നിങ്ങളുടെ ബ്രാൻഡ് അവയർനെസ്സിനും ബ്രാൻഡ് റീകളക്ഷനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ലീഡ്സും അതുപോലെ ക്വാളിറ്റി കൺവേർഷൻസും ഇപ്പോഴും ലഭിക്കുന്ന മീഡിയ സെർച്ച് എഞ്ചിനാണ്. എനിക്ക് കിട്ടുന്ന ബിസിനസ്സിൽ 80% ബിസിനസ്സും വരുന്നത് സെർച്ച് എഞ്ചിനിലാണ്, അത് ഗൂഗിളാണ്. ഈ സെർച്ച് എഞ്ചിൻ എന്ന് ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ, അതർ ചാനൽസ് എന്ന് പറയുമ്പോഴും ഇതിന് 2 ഫാക്ടേഴ്സ് ഉണ്ട്. ആ 2 ഫാക്ടേഴ്സ് ഞാൻ പറയാം. അതിനു മുമ്പേ ഈ ഒരു ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിന്നുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതേപോലുള്ള കാര്യങ്ങളാണ്. ഞാൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് റവന്യൂ ജനറേഷൻ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഏറ്റവും കൂടുതൽ നടക്കുക സെർച്ച് എഞ്ചിനിലാണ് നമ്മുടെ ഒരു നാട്ടിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കഴിഞ്ഞ കുറെ കാലഘട്ടത്തിൽ. ഇനി ഒരു പക്ഷെ അത് മാറില്ല എന്നൊന്നും പറയില്ല. കാരണം ഒരു കാര്യം എല്ലാവരും അറിയാം, ഡിസിഷൻ മേക്കേഴ്സ് എവിടെയാണോ അവിടെയാണ് ബിസിനസ് നടക്കുന്നത്. റൈറ്റ്? ഈ ഒരു രീതിയിലുള്ള എമൗണ്ട് സ്പെൻഡ് ചെയ്യാനുള്ള ആളുകൾ, ഡിസിഷൻ മേക്കേഴ്സ്, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ സജീവമായിരിക്കുമോ എന്ന് നമ്മൾ അറിയുക. ആയില്ല എന്ന് ഞാൻ പറയില്ല. 2, 3, 4, 5% ആളുകൾ ഒരു പക്ഷേ ഈ 70 lakhs ഓർ എബവ് സ്പെൻഡ് ചെയ്യാനുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ വിൽ ദേ ടേക്ക് ഡിസിഷൻ ദർ എന്നുള്ളതാണ് പ്രശ്നം. ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റിൽ നമ്മൾ ആളുകളുടെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടു ചെല്ലുകയാണ്. ഇപ്പൊ ഡോക്ടർ ഫവാസ് ഇവിടെ വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ ഫവാസിന്റെ അടുത്തേക്ക് ഞാൻ പറയുകയാണ് എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ റൺ ചെയ്യാണ്. ഫവാസ് ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടു ചെല്ലുകയാണ്. ഡൗട്ട് സ്പീക്കർ ഇതാ ലൗഡ് സ്പീക്കർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നേരെ മറിച്ച് സെർച്ച് എഞ്ചിനിൽ എന്താ സംഭവിക്കുക? ഇപ്പൊ ഡോക്ടർ ഫവാസ് സെർച്ച് ചെയ്യാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കാലിക്കറ്റ് എന്ന് ഫവാസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ലൗഡ് സ്പീക്കർ അവിടെ മുകളിലുണ്ടെങ്കിൽ അവിടെ ഫവാസിന് നീഡോടെ വന്ന ഒരാളാണ്. മറ്റടുത്ത് നീഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, എന്നാലും ഞാൻ കൊണ്ടു ചെല്ലുകയാണ്. അവിടെയാണ് ഡിഫറൻസ്. ഇവിടെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും റവന്യൂ ജനറേഷനും സെർച്ച് എഞ്ചിനിൽ കൂടുതൽ എന്തായിരിക്കും എന്ന് ഞാൻ പറയാനുള്ള റീസൺ അതാണ്. ഇതിന്റെ അർത്ഥം ഒരിക്കലും സോഷ്യൽ മീഡിയ നിങ്ങൾ ചെയ്യരുതെന്നോ അല്ലെങ്കിൽ അതർ ചാനൽസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? അതർ ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറെ യെല്ലോ പേജസ് വെബ്സൈറ്റ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, ലിസ്റ്റിംഗ് വെബ്സൈറ്റ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, പിന്നെ ഓൺലൈൻ ന്യൂസ് മീഡിയാസ് ഉണ്ട്, അല്ലെ? പെയ്ഡ് ന്യൂസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് മീഡിയ, അതിലൊക്കെ അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യാം. ഇപ്പൊ മനോരമയിൽ നമുക്കൊരു നമ്മുടെ ബാനർ കൊടുക്കാം, അതിന് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിന്റെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അതർ മീഡിയാസിലും സോഷ്യൽ മീഡിയാസിലും നോക്കിക്കഴിഞ്ഞാൽ, കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിനിലൂടെ തരുന്ന ബിസിനസ് കൺവേർഷൻ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് റവന്യൂ ജനറേഷൻ നടക്കുന്നത് സെർച്ച് എഞ്ചിനിലാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സോ ക്രിയേറ്റിംഗ് യുവർ ബിഗ് ഓൺലൈൻ പ്രസൻസ് ഷുഡ് ഹാപ്പൻ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ലോങ് ടേം ആയിട്ട് നോക്കുകയാണെങ്കിൽ സെർച്ച് എഞ്ചിനിൽ യു ക്യാൻ ഇൻവെസ്റ്റ് ടൈം, യു ക്യാൻ ഇൻവെസ്റ്റ് മണി. സെർച്ച് എഞ്ചിനിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയാണ്? വെബ്സൈറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വെബ്സൈറ്റിലാണ്. 5000 രൂപയ്ക്ക് വെബ്സൈറ്റ് ചെയ്യും, 10000 രൂപയ്ക്ക് വെബ്സൈറ്റ് ചെയ്യും, 2000 രൂപയ്ക്കും ആൾക്കാർ വെബ്സൈറ്റ് ചെയ്തു തരും. റൈറ്റ്? നിങ്ങളുടെ വെബ്സൈറ്റ് ചെയ്യുന്നത് ഇത് എവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? വാട്ട് ഇസ് ദ വാല്യൂ ദാറ്റ് എൻ ഏജൻസി ഹൂസ് ഡൂയിങ് എ വെബ്സൈറ്റ് ഫോർ 50,000 rupees, വാട്ട് ഡിഫറൻസ് ദാറ്റ് ദേ ഗിവ്? അവർ ചെയ്യുന്ന വെബ്സൈറ്റിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഒരു സെർച്ച് എഞ്ചിന് വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു സെർച്ച് എഞ്ചിന് എന്തൊക്കെ ആവശ്യം ഉണ്ടാവും എന്ന രീതിയിലുള്ള വെബ്സൈറ്റ് ആയിരിക്കും അവർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. റൈറ്റ്? ഐ എം നോട്ട് കില്ലിങ് എനി ബിസിനസ്. ഞാൻ ഒരു ബിസിനസ്സിനെയും മോശമാക്കി പറയല്ല. 2000 രൂപയ്ക്കും വെബ്സൈറ്റ് ചെയ്യാൻ പറ്റൂട്ടോ, പറ്റൂല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ലോങ് ടേം ആയിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സാധനം ബിസിനസ് ജനറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ
അതിന് നിങ്ങൾ സെർച്ച് എഞ്ചിൻ ആണ് ഞാൻ ഇപ്പൊ പറയുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഇസ് എൻ അസെറ്റ് ദാറ്റ് യു ഹാവ് ടു മെയിൻറ്റെയിൻ. റൈറ്റ്. ഇനി ഈ ചാനലുകളിലെല്ലാം 2 തരത്തിലാണ് ആളുകളുടെ അടുത്തേക്ക് നമ്മൾ എത്തുന്നത്. റൈറ്റ്, 2 തരത്തിലാണ് ആളുകളിലേക്ക് എത്തുന്നത്. ഓർഗാനിക് പെയ്ഡ്, ടെക്നിക്കൽ ടേം ബുദ്ധിമുട്ടൊന്നുമില്ല. ഓർഗാനിക്കും പെയ്ഡും. ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് സ്പെൻഡിങ്, നമ്മൾ അഡ്വർടൈസ്മെന്റിന് പൈസ ചിലവാക്കാതെ കിട്ടുന്നതിനാണ് ഓർഗാനിക് എന്ന് പറയുന്നത്. പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻ, പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നതിനാണ് ചെയ്യുന്നത്. സെർച്ച് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ, ഇനി ഗൂഗിളിനെ പറ്റി മാത്രം പറയാം. നമ്മൾ ഗൂഗിൾ ആണല്ലോ, നമ്മുടെ ആള് ഗൂഗിൾ ആണല്ലോ. ഗൂഗിളിനെ പറ്റി പറഞ്ഞാൽ ഈ 2 കാര്യമുണ്ട്. അതായത് സെർച്ച് എഞ്ചിൻ ഓർഗാനിക്കും ഉണ്ട്, അതുപോലെ പെയ്ഡും ഉണ്ട്. ഓർഗാനിക് ആയിട്ട് തരുന്ന റിസൾട്ടിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലൂടെ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റ് മുകളിലെത്തുക, ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് മുകളിലെത്തുക. റൈറ്റ്, ഐ വിൽ ഷോ യു സം റിയൽ ടൈം എക്സാമ്പിൾ ഓൾസോ. 1 second. ഇപ്പോ sharing the screen, 1 second. ഓക്കെ, സ്ക്രീന് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കാലിക്കറ്റ്. റൈറ്റ്, അപ്പൊ ഞാനിവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർഗാനിക് ആയിട്ട് വരുന്ന റിസൾട്ടുകളാണ് ഈ ലൗഡ് സ്പീക്കർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. ഇപ്പോൾ ഇതിന്റെ താഴേക്ക് നോക്കുക. ഇപ്പോൾ വൈറൽ മാഫിയ, ഗ്രൗസി, ലൗഡ് സ്പീക്കർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. അപ്പൊ ഈ 3 ആൾക്കാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർ ചില സമയം മുകളിൽ വരും, താഴെ വരും, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ കാണുന്ന റിസൾട്ടാണ് ഓർഗാനിക് റിസൾട്ട് എന്ന് പറയുന്നത്. ഓർഗാനിക് റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുക. ഒരാള് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് 65% ക്ലിക്കുകളും സംഭവിക്കുക ഈ മുകളിൽ കാണുന്ന 5 ആൾക്കാർക്കാണ്. 65% ക്ലിക്കുകൾ കിട്ടാൻ പോകുന്നത് ഈ മുകളിൽ കാണുന്ന 5 ആൾക്കാർക്കാണ്. വെരി സിമ്പിൾ. അപ്പൊ ഈ മുകളിൽ എത്തുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഓർഗാനിക് റിസൾട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഓർഗാനിക് റിസൾട്ട്. ഇത് അഡ്വർടൈസ്മെന്റ് അല്ല, ഇതൊക്കെ ഓർഗാനിക് റിസൾട്ട് ആണ്. ഇനി വേറൊരു കീവേഡ് പറയാം, അപ്പാർട്ട്മെന്റ്സ് ഇൻ കാലിക്കറ്റ്. അപ്പാർട്ട്മെന്റ്സ് ഇൻ കാലിക്കറ്റ് ഇപ്പോൾ ഹൈലൈറ്റ് റെസിഡൻസി ഇതുണ്ട്. ഇതൊക്കെ 99 acres ഞാൻ പറഞ്ഞു. ഇത് ലിസ്റ്റിംഗ് വെബ്സൈറ്റ് പോലൊരു സാധനമാണ്. സ്കൈലൈൻ ബിൽഡേഴ്സ് ഉണ്ട്, അസറ്റ് ഹോം ഉണ്ട്. ഈ ആളുകൾക്കാണ്, ഈ കാണുന്ന മുകളിലുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ക്ലിക്സ് വരുന്നത്. ഇതിനാണ് നമ്മൾ ഓർഗാനിക് റീച്ച് അല്ലെങ്കിൽ ഓർഗാനിക് റിസൾട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ഓർഗാനിക് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് പറയുന്ന പേരാണ് SEO. ഫവാസ് പറഞ്ഞത് കറക്റ്റാണ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതിന് കാരണം എന്താണെന്നറിയോ? ഇതിന്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടില്ല. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്ത് ഒരു വെബ്സൈറ്റ് നമുക്ക് മുകളിൽ എത്തിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3-4 വേണം, 3-4 മാസം വേണം. റൈറ്റ്, ഒരു റിസൾട്ട്. അതായത് ഞാൻ പറയുന്നതാണ്, ഇപ്പൊ നിങ്ങൾ വെബ്സൈറ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം എൻ്റെത് വരണമെന്ന് പറയണമെങ്കിൽ, ആദ്യം നിങ്ങളത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ അതിനുള്ള ആക്ടിവിറ്റീസ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ചെയ്യണം. നിങ്ങളുടെ വെബ്സൈറ്റ് അതിന് പാകമുള്ളതായിരിക്കണം. ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ മുകളിൽ വരുള്ളൂ. ആ ആക്ടിവിറ്റീസ് ചെയ്തൊരു 3 മാസം അല്ലെങ്കിൽ 5 മാസം 6 മാസം വരെ എടുത്താലേ ഈ മുകളിലേക്ക് ഇതിന്റെ റിസൾട്ട് വരുള്ളൂ എന്നുള്ളത് വാസ്തവം. ഇനി ആരെങ്കിലും ഏതെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നിങ്ങളോട് പറയുകയാണ് നിങ്ങളെ റിസൾട്ട് 1 മാസം കൊണ്ട് നിങ്ങളെ ഫസ്റ്റ് പൊസിഷനിൽ എത്തിക്കും എന്നൊരാൾ പറയുകയാണെങ്കിൽ ഐ ക്യാൻ ചാലഞ്ച് ദം ഡയറക്ട്ലി. അവർ എൻ്റെ അടുത്തേക്ക് നേരിട്ട് വിട്ടാൽ ഞാൻ ചാലഞ്ച് ചെയ്യാം. പ്രോപ്പർ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ദർ ആർ ഡിഫറെന്റ് ബ്ലാക്ക് ഹാറ്റ് മെത്തേഡ്സ്. അതായത് ഇംപ്രോപ്പർ ആയിട്ടുള്ള പല മെത്തേഡുകളുണ്ട്. അതായത് ജെനുവിൻ അല്ലാത്ത പല മെത്തേഡുകളും ഉണ്ട്. ഉടായ്പ് പലതും ഉണ്ട്. ഉടായ്പ് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ പല ഉടായ്പും ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് മുകളിൽ എത്തിക്കാട്ടോ 1 മാസത്തിലൊക്കെ. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിള് വളരെ ഇന്റലിജന്റ് ആണ്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ഡൊമൈന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ വെബ്സൈറ്റ് ബിസിനസിന്റെ പേര് മാറ്റുക, വെബ്സൈറ്റ് മാറ്റി പിന്നെ രണ്ടാമത് തുടങ്ങേണ്ടി വരും എന്നുള്ളതാണ് ഇതിലൊരു കാര്യം. റെപ്യൂട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൺലൈൻ റെപ്യൂട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർഷങ്ങളായിട്ടുള്ള ഒരു ബിസിനസ്സും പുതിയൊരു ബിസിനസ്സും ഉണ്ടെങ്കിൽ ഈ പുതിയ ബിസിനസ്സുകാരൻ എത്ര SEO ചെയ്താലും ഒരു 5-10 ഒരു കൊല്ലോ വരെ ഇയാളുടെ മുകളിൽ കയറാൻ പറ്റില്ല. ജെനുവിൻ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ മുകളിൽ കയറാൻ പറ്റില്ല. റൈറ്റ്? അപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി മാത്രമല്ല നോക്കുന്നത്, what service you give, what you promise and what you deliver, how satisfied your customers are, how often they visit, how many time, how much time they spend on your website. ഇതൊക്കെ നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിനിലെ മുകളിലേക്ക് റിസൾട്ട് വരുന്നത്. ഞാൻ പറഞ്ഞ എത്രയാണ്,
നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള റീസൺ ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്തൊരു സാധനമാണ്. ഒരു 5-6 മാസമൊക്കെ ഇങ്ങനെ ഒരു 15,000 രൂപയോ 20,000 രൂപ കൊടുത്ത് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാ പോകണമെന്നുള്ള ഒരു അഡ്രസ് ഉണ്ടാവില്ല. ഇത് ഏജൻസി എന്താ ചെയ്യുന്നത്? അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ സത്യം പറഞ്ഞാൽ ഡിജിറ്റൽ SEO ഇൻവെസ്റ്റ് ചെയ്യാത്തത്. വലിയ വലിയ പ്രൊഡക്റ്റുകൾ ഇപ്പൊ ഞാൻ കാണിച്ച ബിൽഡേഴ്സും പിന്നെ അതുപോലെ ഈ കൺസ്ട്രക്ഷൻ കമ്പനീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരൊക്കെയാണ് ഇപ്പോഴും SEO ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ SEO ചെയ്യുന്നത് വളരെ കുറവാണ്. അതിന്റെ കാരണം ഇത് തന്നെയാണ്. പക്ഷെ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോങ് റണ്ണിൽ ഇപ്പൊ ഇതുവരെ നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ തുടങ്ങുക. കാരണം ഇനി അങ്ങോട്ട് സെർച്ചിന്റെ ഈ ഗൂഗിളിന്റെ സെർച്ച് വോളിയം ഒക്കെ ഇൻക്രീസ് ആവും, ആളുകൾ കൂടുതൽ ഗൂഗിളിൽ നോക്കാൻ തുടങ്ങും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ബാക്കോട്ട് ആവരുത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ആക്ഷൻ പോയിന്റ്സ്, ഇതൊക്കെ ആക്ഷൻ പോയിന്റ്സ് ആണ്. ഈ ആക്ഷൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, ഇഫ് യു ആസ്ക് മീ വാട്ട് ഇസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട്, ഇറ്റ് വാസ് ലോങ് ബാക്ക്. ഇനി സെക്കൻഡ് ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട്, ഇറ്റ് ഇസ് നൗ. ഇതുവരെ നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പൊ തുടങ്ങിയാൽ വളരെ നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർഗാനിക്കിനെ പറ്റിയിട്ട്. ഇനി പെയ്ഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ക്ലിക്ക് ആണ്. അതായത് ഗൂഗിളിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് പേയ്മെന്റ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പോകുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് ഗൂഗിൾ അഡ്വർടൈസ്മെന്റ്. ആ മുകളിൽ AD ആഡ് എന്ന് പറഞ്ഞ് കാണുന്ന സാധനം, അതാണ് ഗൂഗിൾ അഡ്വർടൈസ്മെന്റ്. എന്തുകൊണ്ടാണ് ഗൂഗിൾ അഡ്വർടൈസ്മെന്റ്? അപ്പൊ നമുക്ക് ഗൂഗിൾ ട്രെൻഡ്സ് പോലെയുള്ള ഒരുപാട് ടൂളുകൾ ഉണ്ട്. ഗൂഗിൾ ട്രെൻഡ്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 സെക്കൻഡ്, അതും ലൈവായിട്ട് ലെറ്റ് മീ ഷോ യു. One second. ഓക്കെ, ഗൂഗിൾ ട്രെൻഡ്സ് നമ്മൾ നോക്കുകയാണ്. ഇപ്പം ഏതെങ്കിലും ഒരു സംഭവം, ഫോർ എക്സാമ്പിൾ കേരള എൻട്രൻസ് കോച്ചിങ്. എൻട്രൻസ് കോച്ചിങ് മാത്രമല്ല, റൈറ്റ്, എൻട്രൻസ് കോച്ചിങ് നോക്കുക. ഇപ്പൊ ഞാനിവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ്, അത് മാറ്റി കേരള ഉള്ളത്. പാസ്റ്റ് 12 months മാറ്റിയിട്ട് ഞങ്ങൾക്ക് പാസ്റ്റ് 5 months ഒക്കെ കൊടുക്കും, 5 years ഒക്കെ കൊടുക്കാം. റൈറ്റ്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിലൊരു പർട്ടിക്കുലർ എല്ലാ വർഷവും ഒരു പർട്ടിക്കുലർ മന്ത് ആകുമ്പോൾ ഇതിന് കുറച്ച് ഹൈക്ക് കൂടുന്നുണ്ട് അല്ലേ? അതായത് ആളുകൾ കൂടുതൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ആ ഒരു ടൈം ഒരു സീസണാണ്. ഗൂഗിൾ ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ഏത് സമയത്ത് ഇതിനെപ്പറ്റി എത്ര ചർച്ചകൾ നടത്തുന്നു, അതായത് ഇത് ഓൺലൈനിൽ എത്ര സജീവമാണ് എന്നുള്ളതാണ് ഗൂഗിൾ ട്രെൻഡ്സ് നമുക്ക് തരുന്ന റിസൾട്ട്. ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള ടൂളുകളാണ്. അപ്പൊ ഈ ട്രെൻഡുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു പർട്ടിക്കുലർ മാസം, ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻട്രൻസ് കോച്ചിങ്ങോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അങ്ങനെ, ഒരു പർട്ടിക്കുലർ മന്ത്, ചില പർട്ടിക്കുലർ മാസങ്ങളിൽ ഈ ആളുകൾ കൂടുതൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സീസൺ നമ്മുടെ സീസൺ ആണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ നിങ്ങൾ SEOയിൽ താഴെയാണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ വിസിറ്റേഴ്സിനെ കിട്ടാനും നിങ്ങളുടെ കൂടുതൽ കൺവേർഷൻ സംഭവിക്കാനും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പേപ്പർ ക്ലിക്ക് അല്ലെങ്കിൽ ഗൂഗിളിന്റെ പെയ്ഡ് അഡ്വർടൈസ്മെന്റ്. ഓക്കെ, അതാണ് പെയ്ഡ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. ഈ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് പ്രത്യേകത, ഈ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇവരെ ആളുകളെ റീഡയറക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധമാണ്. ഞാൻ പറഞ്ഞത്, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, നമ്മൾ ഗൂഗിൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അവരെ വെബ്സൈറ്റിലേക്ക് നമ്മൾ റീഡയറക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഒരു അബദ്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബിൽഡേഴ്സിന്റെ കാര്യം പറയാം. ഒരു ക്ലിക്കിന്, അതായത് ഒരാൾ വന്ന് ക്ലിക്ക് ചെയ്തു, ഈ ക്ലിക്ക് ചെയ്ത് ഓൺ ആൻ ആവറേജ് 80 മുതൽ 100 രൂപ വരെ ചിലവായി എന്ന് വിചാരിക്കുക. ഒരു ക്ലിക്കിന് ഇട്ടാ, ഒരു ക്ലിക്കിന് അത് ചിലവായി. ഈ 80 രൂപ മുതൽ 100 രൂപ വരെയുള്ള ആൾ ഒരു ക്ലിക്ക് ചെയ്ത് 100 രൂപ ചിലവായി. ഇയാൾ നമ്മുടെ വെബ്സൈറ്റിലെത്തി. ഇയാൾ നമ്മുടെ വെബ്സൈറ്റിൽ എത്തുമ്പോൾ ഇയാൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് അവിടെ. അയാൾക്ക് പല സ്ഥലത്തേക്ക് റീഡയറക്ട് ചെയ്തു പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് പേജുകളുണ്ട്. റൈറ്റ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മളെ ഒരു വിസിറ്ററിനെ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് വെച്ച് ചെയ്ത്, പ്രത്യേകിച്ച് ഗൂഗിൾ അഡ്വർടൈസ്മെന്റ് PPC ചെയ്യുന്ന സമയത്ത് റീഡയറക്ട് ചെയ്യുന്നത് അഭികാമ്യമല്ല. അല്ലെങ്കിൽ അത് ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ. കാരണം എന്താ വെച്ചാൽ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒരു ലാൻഡിംഗ് പേജിലേക്കാണ് റീഡയറക്ട് ചെയ്യുന്നത്. എന്താണ് ലാൻഡിംഗ് പേജ്? വളരെ എളുപ്പത്തിൽ ഏത് പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ സെൽ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് മാത്രമുള്ള ഒരു സിംഗിൾ പേജിന് പറയുന്ന പേരാണ് ലാൻഡിംഗ് പേജ്. ഇപ്പോൾ ഘോഷ് ഭായിയോടെ ഉണ്ട്. ഘോഷ് ഭായിയുടെ കയ്യിൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വരികയാണ്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അറിയാം, അതായത് ഈ ഒരു സീസണിലുള്ള ആളുകൾ കൂടുതൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പൊ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യാതെ ഘോഷ് ഭായിയുടെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന് മാത്രമുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് ഒരു എക്സാമ്പിൾ പറയുമോ? ഘോഷ് ഭായിയുടെ കയ്യിലുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്
CNC കട്ടിംഗ് ആണ് അല്ലേ? ഓക്കെ, CNC കട്ടിംഗ്, സ്റ്റീൽ ഫാബ്രിക്, ഓക്കെ, സ്റ്റീൽ ഫാബ്രിക്കേഷൻ ആണ്, നിഷാന്റെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ ആണ്. നെയിം ബോർഡ്, ഇപ്പൊ ഘോഷ്ബായുടെ നെയിം ബോർഡ്, ഇപ്പൊ നെയിം ബോർഡ് എന്ന് പറയുന്ന സംഭവം ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആളുകൾ ചെയ്യുന്നത്. അത് നിങ്ങൾ ഗൂഗിൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സർവീസും അവിടെ ഉണ്ടാവും. അപ്പൊ അതിൽ ഇത് മാത്രം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യണം. ഈ ലാൻഡിംഗ് പേജിൽ ആളുകൾക്ക് 2 ഓപ്ഷൻ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ അവർ അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ അവർ വെബ്സൈറ്റ് ക്ലോസ് ചെയ്ത് പോകണം. മനസ്സിലായോ? ഒന്നെങ്കിൽ അവർ അവരുടെ ഡീറ്റെയിൽസ് തരണം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് പോകണം. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പേജിന് പറയുന്ന പേരാണ് ലാൻഡിംഗ് പേജ്. ഇതിലൊരു കോൺടാക്ട് ഫോം ഉണ്ടാവണം. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ അവരെ കൊണ്ട് കോൺടാക്ട് ചെയ്യിപ്പിക്കുക. അതാണ് ഈ ലാൻഡിംഗ് പേജിന്റെ ഉദ്ദേശം. ഇപ്പൊ നെയിം ബോർഡ് എന്ന് സെർച്ച് ചെയ്ത് വരുന്ന ഒരാള് അത് അവിടെ എത്തിയിട്ട് നിങ്ങളുടെ കോൺടാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേജിന്റെ എന്തോ ഒരു അപാകതയാണ്. റൈറ്റ്? അപ്പൊ അലക്സ് ബൈയുടെ ഒരു എക്സാമ്പിൾ അലക്സ് ബൈ അയച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ഇത് അലക്സ് ബൈയുടെ വെബ്സൈറ്റ് ആണ്. ഇപ്പൊ ഐ ഷോ യു എൻ എക്സാമ്പിൾ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം, എക്സാമ്പിൾ കാണിച്ചു തരാം. ബേട്ട മെർക്കുറി ഇതൊരു ലാൻഡിംഗ് പേജാണ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു ലാൻഡിംഗ് പേജാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവരും സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് നീറ്റ് എൻട്രൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതിലുള്ള ഓപ്ഷൻ എന്താണ്? ഇതിലൊരാൾ എത്തി, ഓക്കെ, 600 കണ്ടു, ഇത് കുറെ ബുള്ളറ്റ് പോയിന്റ് കണ്ടു, ബാച്ച് സ്റ്റാർട്ട് സൂൺ, ഏതൊക്കെ ബാച്ച് ആണുള്ളത് നോക്കി, ഓക്കെ, റിസൾട്ട്സ്, കഴിഞ്ഞ വർഷത്തെ റിസൾട്ട്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കുറച്ച് ഇതുണ്ട്, ടെസ്റ്റ് മോഡൽസ്, സർവീസ്. അപ്പോൾ ഇതിൽ കുറെ ഫോൺ നമ്പേഴ്സ് ഉണ്ട്, സാധനം. ഇതിലുള്ള ആളുകൾക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അയാൾക്ക് എൻക്വയറി നൗ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻക്വയറി ഇടാം. വാട്സ്ആപ്പ് നൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് റീഡയറക്റ്റ് ആവും. റൈറ്റ്? വാട്സ്ആപ്പ് നമ്പറിലേക്ക് റീഡയറക്റ്റ് ആവുന്നു. കോൾ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോൾ പോകുന്നു, ആ നമ്പറിലേക്ക് കോൾ പോകുന്നു. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അയാൾക്ക് അയാളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. അതായത് ഒന്നെങ്കിൽ ഇത് മുഴുവൻ വായിച്ചിട്ട് അയാൾ ക്ലോസ് ചെയ്ത് പോകും, അല്ലെങ്കിൽ അയാളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അയാൾ തരണം. ഈ ഉദ്ദേശം മാത്രം വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു പേജിന് പറയുന്ന പേരാണ് ലാൻഡിംഗ് പേജ്. ഞാൻ പറയുന്ന പേര്, ആ ഒരു പേജിന് പറയുന്ന പേരാണ് ലാൻഡിംഗ് പേജ്. അപ്പൊ ഇതിൽ എത്തിക്കഴിഞ്ഞ ആളുകൾ നമ്മൾ ഒരിക്കലും വിടാൻ പാടില്ല കേട്ടോ. അതിന് 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ കോൾ ടു ആക്ഷൻ സജീവമാക്കാം. 2, നമ്മൾ ചെയ്യുന്ന സമയത്ത് ലാൻഡിംഗ് പേജും വെബ്സൈറ്റും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൂഗിളിന്റെയും അതുപോലെ ഫേസ്ബുക്കിന്റെ ഒക്കെ റീമാർക്കറ്റിംഗ് പിക്സൽ ഇടും. റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആമസോണിൽ പോയിട്ടൊരു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഫേസ്ബുക്കിൽ നോക്കിയാൽ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് കാണും. IRCTC പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് കാണും. മനോരമ ന്യൂസ് പോയിട്ട് ചിലപ്പം വാർത്ത വായിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് കാണും. ഇല്ലേ? കാണാറില്ലേ? അതിനാണ് റീമാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് വൺസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ വിടാതെ പിന്തുടരുകയാണ്. റൈറ്റ്? അതിന് പറയുന്ന പേരാണ് റീമാർക്കറ്റിംഗ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സാധനം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത്, ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്ത് അതിൽ വന്നിട്ടുള്ള ഓരോ ആളുകളെയും നമുക്ക് റീടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ഓപ്ഷൻ, ചില ആളുകൾ ഡയറക്റ്റ് ചിലപ്പോൾ കോൺടാക്ട് ഫോം ഫില്ല് ചെയ്തിടും, ചില ആളുകൾക്ക് പ്രോംപ്റ്റ് ചെയ്യേണ്ടി വരും. അതിനാണ് നമ്മൾ ഓൺലൈൻ ചാറ്റ് ഓപ്ഷൻ വെക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഓൺലൈൻ ചാറ്റ് ഓപ്ഷൻ വെക്കുന്നതിനാ ചില ആളുകൾക്ക് നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞാൽ അവരോട് പറയേണ്ടി വരും എന്താണ് വേണ്ടത്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. ഓക്കെ, അലക്സ് ബൈ, എനിക്ക് തോന്നുന്നു, യെസ്, സോറി, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. വിച്ച് ഐ വിൽ ചെക്ക്. ക്ലിക്ക് ടു ബൈ. ഓക്കെ, അപ്പൊ ഇത് ലാൻഡിംഗ് പേജ് ആയിട്ടാണ് അലക്സ് ബൈ പറയുന്നത് വെച്ചാൽ ഇതിൽ ഞാൻ പറഞ്ഞ ഈ പ്രശ്നമുണ്ട്. ഇതിൽ വേറെ സ്ഥലത്തേക്കുള്ള റീഡയറക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് കഴിയുന്ന ഒഴിവാക്കുന്നതാണ് നല്ലത്. മെനു ഒന്നും ഇല്ലാതെ ഈ പേജ് മാത്രമായിരിക്കണം. അപ്പോൾ കോൺടാക്ട് ഫോം ഒക്കെ ഉണ്ട്, ശരിയാണ്. അതുപോലെ ഇതിൽ ടോക്ക് ടു ആണ്, ചാറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ? ടോക്ക് ടു എന്നുള്ള ചാറ്റ് ആപ്ലിക്കേഷൻ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇപ്പൊ ഞാനിവിടെ എത്തി, ഞാൻ അത് മുഴുവൻ വായിച്ച് ഡാറ്റ ഫില്ല് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ നഷ്ടമാണ് അല്ലേ? അപ്പൊ ഞാൻ എന്നെ ഫില്ല് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ ചാറ്റ് യൂസ് ചെയ്യാം. ഈ ചാറ്റിൽ അവർക്ക് എന്നോട് പറയാം, ഹായ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, വാട്ട് സർവീസ് ആർ യു ലുക്കിംഗ് ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മളോട് വേണമെങ്കിൽ ചാറ്റ് ചെയ്തിട്ട് അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. അതിനാണ് ലാൻഡിംഗ് പേജ്. അപ്പൊ ലാൻഡിംഗ് പേജിൽ വരുന്ന ആൾ നമ്മൾ വെറുതെ വിടരുത്, എല്ലാ തരത്തിലും പിന്തുടരണം. ഇനിയിപ്പോൾ അയാൾ ഒന്നും ഫില്ല് ചെയ്യാണ്ട് പോയാൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ റീമാർക്കറ്റിംഗ് കോഡ് വെച്ചിട്ട് അവർ പിന്നെ ഇവിടെ കയറുമ്പോൾ നമ്മളെ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. റൈറ്റ്? അങ്ങനെ ഒരു ബ്രാൻഡ് റീകളക്ഷൻസ് നമുക്ക് ഉണ്ടാക്കുക. ഇതാണ് ക്രിയേറ്റിംഗ് എ ബിഗ് ഓൺലൈൻ പ്രസൻസിൽ സെർച്ച് എഞ്ചിനിലെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി സെക്കൻഡ് തിങ് ഇസ് സോഷ്യൽ മീഡിയ. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം വളരെ കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് ആളെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ ആണ് സോഷ്യൽ മീഡിയ. ഞാൻ പറഞ്ഞു, ഡയറക്റ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ
ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് താഴെയുള്ള പ്രൊഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് വരിക സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ വാച്ച്, പിന്നെ അതുപോലെ മൊബൈൽ ആക്സസറീസ്, അതുപോലെ വാട്സപ്പ് സ്റ്റാറ്റസിൽ പോലും ഈ അധികം പൈസ, അതായത് ഒരുപാട് കാശ് സ്പെൻഡ് ചെയ്യേണ്ടാത്ത പ്രൊഡക്റ്റുകൾക്ക് കൺവേർഷൻ ലഭിക്കും. എല്ലാ ബിസിനസ്സിനും അത് ലഭിച്ചോളണം എന്ന് നിർബന്ധമില്ല. പക്ഷെ എവിടെയാണ് സോഷ്യൽ മീഡിയ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ബ്രാൻഡിങ്ങിനും പ്രൊമോഷനും വേണ്ടിയിട്ടാണ്. ആളുകൾ ബ്രാൻഡ് റീകളക്ട് ചെയ്യണം. ഇപ്പൊ ഓൺലൈനിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനിൽ ഒരാൾ ഒരു സാധനം കണ്ടെങ്കിലും അയാൾ ഒരു പക്ഷേ ഫേസ്ബുക്കിൽ അത് നോക്കും, അല്ലെ? ഫേസ്ബുക്കിൽ നിങ്ങൾ എത്രത്തോളം സജീവമാണെന്ന് നോക്കും. അപ്പൊ അതിന് ആ രീതിയിലുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും നിങ്ങൾക്ക് എൻഗേജ്മെന്റ്, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ, ഐ മീൻ ഗൂഗിളിലൊക്കെ ആളുകളുമായി എൻഗേജ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ആ എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ സാധിക്കണം. സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു: റീച്ച്, എൻഗേജ്മെന്റ് ആൻഡ് കൺവേർഷൻ അല്ലെങ്കിൽ സെയിൽസ്. റീച്ച് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. എത്ര പേരെ മുമ്പിൽ ഇതിനെ കാണിക്കുക എന്നുള്ളത്. സെക്കൻഡ് ഇസ് എൻഗേജ്മെന്റ്. ഈ പറഞ്ഞ പോലെ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചിനേക്കാളും കുറച്ചും കൂടി എമൗണ്ട് സ്പെൻഡ് ആവേണ്ട ഒരു സാധനമാണ്. അതിലും പെയ്ഡ് ആണ് ഞാൻ പറയുന്നത്, പ്രൊമോഷൻ. ഇനി ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയും കൂടി ഞാൻ മാറ്റിത്തരാം. ഒരുപാട് പേജിലേക്ക് ഉള്ളത് നല്ലതാണോ ചീത്തയാണോ, അല്ലെങ്കിൽ ഒരുപാട് പേജിലേക്ക് ഉള്ളത് കൊണ്ട് ഉപകാരം എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. പേജിലേക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണോ? ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ചോദിക്കാം, പേജിലേക്ക് ഇമ്പോർട്ടന്റ് ആണോ? യെസ് ഓർ നോ? നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ മതി. പേജിലേക്ക് ഇമ്പോർട്ടന്റ് അല്ല. അലക്സ് ബൈ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു, നോ, പേജിലേക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്നാണ് പറയുന്നത്. ഞാൻ വേറെ കാര്യം പറയട്ടെ, പേജിലേക്ക് എപ്പോഴാണ് ഇമ്പോർട്ടന്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട്, ടു ആൻ എക്സ്റ്റെന്റ്. കറക്റ്റ്, ശബരീഷ് ഭായ് പറഞ്ഞതാണ് കറക്റ്റ്, ടു ആൻ എക്സ്റ്റെന്റ്. അതായത് എനിക്ക് ഇത്ര പേജിലേക്ക് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേജിലേക്ക് യൂസ് ചെയ്യാം. ഞാനൊരു ഏറ്റവും ചുരുങ്ങിയൊരു 60-70 പേജ് ലൈക്ക് ചെയ്തിട്ടുണ്ടാവും, ഏറ്റവും ചുരുങ്ങിയത്. ഞാൻ ഫേസ്ബുക്ക് തുറക്കുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ഈ ലൈക്ക് ചെയ്ത പേജുകളുടെ പോസ്റ്റുകൾ കാണുന്നത് വളരെ വിരളമാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അതാണല്ലോ, അല്ലേ? ആ പേജ് ലൈക്ക് നമുക്ക് ഇപ്പോൾ ടാർഗറ്റ് ആയിട്ടുള്ള ഓഡിയൻസ് തന്നെയാണ് പേജ് ലൈക്ക് ചെയ്തതെങ്കിലും കൂടി ഈ പേജ് ലൈക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാവരും കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഫോർ ഗെറ്റിംഗ് ഇംപ്രഷൻ. അഹമ്മദ് അഷ്റഫ് ഇസ് എൻ എക്സ്പേർട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലേ? അഹമ്മദ് അഷ്റഫ് പറയുന്നത് ഗെറ്റിംഗ് ഇംപ്രഷന് കറക്റ്റ്. അതായത് ഇപ്പൊ പേജ് നോക്കി ഇതിനൊരു 10,000 ലൈക്ക് ഉണ്ടല്ലോ എന്നൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാം. നേരെ മറിച്ച് പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന പോസ്റ്റേഴ്സ് ഒരു പരിധിയിൽ കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് എത്തില്ല. ഇനി എങ്ങനെ എത്തും? അവിടെയാണ് എൻഗേജ്മെന്റിന്റെ റെലവൻസ് വരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കുറച്ച് ഇമേജസ് കണ്ട് ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ ഉത്തരം പറഞ്ഞു, അല്ലേ? ഇതേ സാധനം നിങ്ങൾ ഫേസ്ബുക്കിൽ ചെയ്യാം. ഇതേ സാധനമല്ല, ഞാൻ പറയും നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു സാധനം, ഇപ്പൊ ലൈക്ക് ഷെയർ ക്യാമ്പയിൻ പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ട് ആൾക്കാർക്ക് ആൻസർ ചെയ്യിപ്പിക്കുക, IPL പ്രഡിക്ഷൻ കോൺടെസ്റ്റ്. എത്ര ക്ലീശേ ആണെന്ന് പറഞ്ഞാലും ഇപ്പോഴും നല്ല എൻഗേജ്മെന്റ് വരുന്ന ഒരു സാധനമാണ് പ്രഡിക്ഷൻ കോൺടെസ്റ്റ്. ഈ പ്രഡിക്ഷൻ കോൺടെസ്റ്റ് ചെയ്യിക്കുക, ആളുകൾ എൻഗേജ്ഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഓർഗാനിക് റീച്ച് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഈ പേജിൽ ആളുകൾ ഇന്ററാക്ട് ചെയ്യുന്ന എന്തോ സാധനമുണ്ട് എന്ന് ഫേസ്ബുക്കിന് തോന്നിയാൽ ചിലപ്പം ഈ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേജിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി സാധനം പോകും. ഈ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത്, ഞാൻ സുഹൃത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അപ്പൊ നമ്മൾ വേണ്ടി നമ്മൾ വളരെ അടുത്തിരിക്കുന്ന ആളുകളാണല്ലോ ഉള്ളത്. അതായത് ഫേസ്ബുക്കിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് അനുസിത്താര എന്ന് പറയുന്ന നദിയുടെ പേജിൽ പോയി കുറെ ഫോട്ടോസ് ഒക്കെ കുറെ നേരം നോക്കിയിരുന്നു, ലൈക്ക് ചെയ്തു, എന്തോ കമന്റ് ഒക്കെ ചെയ്തു. പിന്നെ എന്നോട് വിളിച്ചു ചോദിക്കുന്നത് എന്താ വെച്ചാല്, ഞാനിപ്പോ പേജ് തുറക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ അനുസിത്താരന്റെ ഫോട്ടോ വന്നുകൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അനുസിത്താരന്റെ പേജിൽ പോയിട്ട് എൻഗേജ്മെന്റ് നടത്തിയത് കൊണ്ടാണ്, അതായത് അവിടെ ഇന്ററാക്ഷൻ നടത്തിയത് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അങ്ങനെ എൻഗേജ്മെന്റ് നിങ്ങളുടെ വെബ്സൈറ്റ്, നിങ്ങളുടെ പേജുമായിട്ട് ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആളുകളുടെ അടുത്തേക്ക് കൂടുതൽ നിങ്ങൾ ഓർഗാനിക് ആയിട്ട് റീച്ച് പോകാൻ സാധ്യതയുണ്ട്. അതാണ് എൻഗേജ്മെന്റ്. മൂന്നാമത്തെ ലെവലാണ് ലീഡ് അല്ലെങ്കിൽ ബിസിനസ് ജനറേഷൻ അല്ലെങ്കിൽ സെയിൽസ് കൺവേർഷൻ, അല്ലെ? റവന്യൂ ജനറേഷൻ ഫ്രം സോഷ്യൽ മീഡിയ. അത് മൂന്നാമത്തെ സ്റ്റേജ് ആണ്. അല്ലെങ്കിൽ ഇത്രയും എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ പുതിയ ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കിയിട്ട് ലീഡ് ജനറേഷൻ അഡ്വർടൈസ്മെന്റ് ചെയ്യാം. പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. ലീഡ് ജനറേഷന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. നേരെ മറിച്ച് അത്യാവശ്യം എൻഗേജ്മെന്റും റീച്ചും ഒക്കെ ഉള്ള ഒരു പേജിൽ നിങ്ങൾ ലീഡ് ജനറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പയർഡ് ടു എ ഫ്രഷ് പേജ് ലീഡ്സിനുള്ള കോസ്റ്റ് കുറയും. രാജീവ് ഭായ് എന്തിനോ കൈവന്നിച്ചിരുന്നു, ഞാൻ അൺമ്യൂട്ട് ചെയ്യട്ടെ. രാജീവ് ബ്രോ, ഓക്കെ, തീർന്നു, കാര്യം തീർന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്നേതാ, സോറി, അറിയാതെ വന്നതായിരിക്കും. ശരി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പൊ ആ രീതിയിൽ അതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഇതാണ്.
സെർച്ച് എഞ്ചിൻ അതർ മീഡിയാസ് ഞാൻ പറഞ്ഞു, ന്യൂസ് ചാനൽസും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അതർ മീഡിയാസ്. നിങ്ങളുടെ യെല്ലോ പേജ് എല്ലാത്തിലും നിങ്ങൾ പ്രസൻസ് ഉണ്ടാവണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ വിട്ടുപോയ ഒരു കാര്യം അല്ലെങ്കിൽ പറയാൻ ഇരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ മൈ ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ലോക്കൽ റിസൾട്ട്സിൽ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയും കാലിക്കറ്റിന് അടിച്ചപ്പോൾ ലൗഡ് സ്പീക്കറിന്റെ റിസൾട്ട് വന്നത് മാപ്പ് ലൊക്കേഷൻ ആണ് കാണിച്ചതില്ലേ, അതാണ് ലോക്കൽ റിസൾട്ട്. അല്ലെങ്കിൽ എന്റെ ഗൂഗിൾ മൈ ബിസിനസിന്റെ റിസൾട്ടാണ്. ഒരു ഏകദേശം എത്ര 1000+ സെർച്ചസ് ഒക്കെ കൂളായിട്ട് ഒരു മാസം നമുക്ക് കിട്ടാറുണ്ട്. ആ കിട്ടുന്നത് ഇതിലാണ്, ഈ ഗൂഗിൾ മൈ ബിസിനസ്സിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ പറയുന്നത് സെർച്ചാണ്, കോള് കിട്ടാറുണ്ട് അല്ലെങ്കിൽ ബിസിനസ് നടക്കാറുണ്ട് എന്നല്ല. ഞാൻ പറയാൻ വിട്ടുപോയ സാധനം അതെന്തായാലും ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിലും നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ ഓഡിയൻസ് പെർസോണ നോക്കി അവർ എവിടെയാണുള്ളത് വെച്ചാൽ അവിടെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഗുഡ് ഡിസൈൻസ് മാറ്റർ, റൈറ്റ്? ഗുഡ് ഡിസൈൻ മാറ്റർ. അതായത് വൃത്തിയിലുള്ള ഡിസൈൻസ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതായത് മഴവില്ല് പോലത്തെ സാധനങ്ങളും ഒരുപാട് കണ്ടന്റ് ഇങ്ങനെ വാരി വിളിച്ച് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന നോട്ടീസ് പോലെ ആയിരിക്കരുത് നിങ്ങളുടെ ഡിജിറ്റൽ മീഡിയയിൽ നിങ്ങൾ ഇടുന്ന കണ്ടന്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു ഇവിടെ ട്രെയിനിങ് തുറക്കുന്നതിന് മുമ്പേ പിൻട്രസ്റ്റിനെ പറ്റി പറയണ്ടായിരുന്നു, ലിങ്ക്ഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ജലീൽ ഭായ്, യെസ് പ്ലീസ് സ്പീക്ക്. ജലീൽ ഭായ് അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അതും അറിയാണ്ടായി പോയതാണെന്ന് വിചാരിക്കുന്നു. ഹലോ, യെസ് പറഞ്ഞോളൂ. ഞങ്ങൾ ഒരു 3 വർഷം മുമ്പ് ഒരു വെബ്സൈറ്റ് എടുത്തിരുന്നു. ഞങ്ങൾ പ്രീ സ്കൂളാണ്. അപ്പൊ അത് ഈ വർഷം റിന്യൂ ചെയ്തില്ല. ജലീൽ ഭായ്, നമുക്ക് Q&Aയിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ വിളിക്കാം. ഞാൻ വെച്ചാൽ ഈ അപ്പോൾ ഡിസൈൻ മാറ്റേഴ്സ് പറയാൻ കാരണം അതാണ്. നമ്മൾ സോഷ്യൽ മീഡിയക്ക് വേണ്ടി ചെയ്യുന്ന ഡിസൈനും പ്രിന്റിന് വേണ്ടി ചെയ്യുന്ന ഡിസൈനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കാം. അപ്പൊ അതായത് ഇപ്പോൾ പല ആളുകളും നമ്മളോട് ചോദിച്ചിട്ടില്ല, ഇപ്പോൾ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഡീറ്റെയിൽസ് കൂടി കൊടുക്കണം, മറ്റേ ഡീറ്റെയിൽസും കൂടി കൊടുക്കണം, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടും. പക്ഷെ നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യാറ് എന്താ വെച്ചാൽ എപ്പോഴും കഴിയുന്നതും കണ്ടന്റ് ഒരു 20% താഴെ ആയിരിക്കണം. ടെക്സ്റ്റ് കണ്ടന്റ് 20% താഴെ ആയിരിക്കണം. എഫക്റ്റീവ് ആയിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഒരു അഡ്വർടൈസ്മെന്റോ പ്രൊമോഷനോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലാത്തത് പോകില്ല എന്നല്ല, പക്ഷെ അതിന് കോസ്റ്റ് ഡിഫറൻസ് വരും എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, അതിന് ഡിഫറൻസ് വരും, കോസ്റ്റ് ഡിഫറൻസ് വരും. ഇതാണ് ഡിസൈൻസിന്റെ കാര്യം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കണ്ടന്റ് ഇസ് ദ കിങ്. കണ്ടന്റ് ആണ് കിങ്. കണ്ടന്റ് ഞാൻ ഉദ്ദേശിച്ചത് ടെക്സ്റ്റ് കണ്ടന്റ്, എസ്പെഷ്യലി ടെക്സ്റ്റ് കണ്ടന്റ് ആണ്. വൃത്തിയിലുള്ള, ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള, ആളുകൾ ഇന്ററാക്ട് ചെയ്യാൻ സാധ്യതയുള്ള കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഒരു വെബ്സൈറ്റിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും അത് തന്നെയാണ്. ടെക്സ്റ്റ് കണ്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. എന്നാൽ മാത്രമേ ഈ കണ്ടന്റ് ഫ്രഷ് ആയിരിക്കണം, കോപ്പി പേസ്റ്റ് ചെയ്യരുത്, റൈറ്റ്? വളരെ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകളായിരിക്കണം പ്രോമിനന്റ്. അപ്പൊ ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഡെവലപ്പേഴ്സും പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസും പ്രൊഫഷണൽ ആയിട്ടുള്ള കണ്ടന്റ് റൈറ്റേഴ്സിന്റെയും സഹായം നമുക്ക് ആവശ്യം വരാം. ഈ പല ആളുകളും ഇപ്പോൾ ഇൻഹൗസ് ആയിട്ട് പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മളൊരു ഡിസൈനർ വെച്ച് ഇവിടെ ഓഫീസിൽ നിന്ന് ചെയ്യിച്ചാൽ പോരെ, വെറുതെ ഒരു ഏജൻസിക്ക് തരണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുള്ള റിപ്ലൈ ഇതാണ്: when you are giving it to an agency, you are giving it to a team. You will have a designer, you will have an advertiser, you will have a content writer, and you will have a subject matter expert who can decide what is best for you, right? അപ്പോൾ അതാണ് ഈ കണ്ടന്റ് കിങ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ വളരെയധികം ശ്രദ്ധിക്കണം കണ്ടന്റ് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിലും ശരി, മലയാളം ആണെങ്കിലും ശരി, ക്യാച്ചി ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം, കൺവേർഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്, റൈറ്റ്? അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു പൊതുവെ പറയാനുള്ള കാരണം. ഇനി ഐ ക്യാൻ ഹെൽപ്പ് യു ടു ഗോ ഡിജിറ്റൽ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഡിജിറ്റലി കാര്യങ്ങൾ, നിങ്ങളുടെ ബിസിനസിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്ട്രാറ്റജി ഡിസൈഡ് ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇത് വേണം എന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു ലിങ്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ ഗോ ടു ദാറ്റ് ലിങ്ക്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് യു ക്യാൻ സെലക്ട് എ ഷെഡ്യൂൾ. നിങ്ങളുടെ സൗകര്യത്തിനുള്ളൊരു ഷെഡ്യൂൾ സെലക്ട് ചെയ്യാം. യു ക്യാൻ സബ്മിറ്റ് യുവർ ഡീറ്റെയിൽസ്. ആ ഡീറ്റെയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഷെഡ്യൂൾ എ കോൾ ആൻഡ് വി ക്യാൻ സിറ്റ് ആൻഡ് ടോക്ക് ഓൺ ദ ബിസിനസ്. അതായത് കൂടുതൽ ഡീറ്റെയിൽ, കാരണം ഇപ്പോൾ നമുക്ക് സമയപരിധി ഉണ്ടല്ലോ, അതുകൊണ്ട് കൂടുതലായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ്. യു ക്യാൻ ഫോളോ ദ ലിങ്ക്, റൈറ്റ്? ആ ലിങ്ക് എല്ലാവർക്കും കിട്ടി എന്ന് വിശ്വസിക്കുന്നു, റൈറ്റ്? ആൻഡ് ഇഫ് യു വാണ്ട് ടു കോൺടാക്ട് us, you can contact us through this phone number
8891040408 or email ID hello@loudspeaker.com. Website is www.theloudspeaker.com. അപ്പൊ ഈ ലിങ്ക് എല്ലാവരും സൂക്ഷിച്ചു വെക്കുക. എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ട് ചോദിക്കുക. ആൻഡ് വൺ തിങ് ഇസ് ദാറ്റ് ദ ബെസ്റ്റ് മാർക്കറ്റിംഗ് ഡസൻ ഫീൽ ലൈക്ക് മാർക്കറ്റിംഗ്, റൈറ്റ്? അതായത് നമ്മൾ വല്ലാണ്ട് പുഷ് ചെയ്യാന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാത്ത രീതിയിലായിരിക്കണം പ്രത്യേകിച്ച് ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇൻഡയറക്റ്റ് ആയിട്ട്, പാസീവായിട്ട്, ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ, റൈറ്റ്? ഇതൊരു സർവീസ് അല്ലെ, ഇതൊരു സർവീസ് ഓറിയന്റഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ആളുകൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു വെരി മച്ച്. ഇത്രയും നേരം വളരെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ആൻഡ് വൺസ് അഗെയിൻ ലെറ്റ് മീ അപ്രീഷിയേറ്റ് ദ എഫേർട്ട് ഓഫ് Zone Director Business JCA Senator Sajith and Zone Editor JCA Anup Achyutan for the wonderful program Business Trio. അതിൽ എനിക്കൊരു അവസരം തന്നതിന് സ്പെഷ്യൽ താങ്ക്സ്. സോ ഫോർ മോർ ഡീറ്റെയിൽസ് you can log in to go to bit.ly Rakesh Nair, or ഇപ്പോൾ നമുക്കൊരു Q&A സെഷൻ എടുക്കാം. And I handing over the proceedings to the chairman Sajith Nair for moderating Q&A. Thank you very much. താങ്ക് യു രാകേഷ് ഫോർ ദ വണ്ടർഫുൾ സെഷൻ. ഇനിയിപ്പോൾ Q&A സെഷൻ ആയിരിക്കും. പലർക്കും സംശയങ്ങളുണ്ടാവും, കാരണം സംശയമില്ലാതിരിക്കില്ല, എല്ലാവരും പിന്നെ ബിസിനസ്സിലാണല്ലോ. അപ്പൊ സംശയമുള്ളവർക്ക് ചോദിക്കാം, നിങ്ങളുടെ മൈക്ക് ഓൺ ആക്കി ചോദിക്കാം. അത് അൺമ്യൂട്ട് ചെയ്യാനുള്ള പ്രിവിലേജ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചോദിച്ചോളൂ. സർ ജലീൽ ജലീൽ സാറേ പറയൂ. എന്റെ പ്രശ്നത്തിലെ ഞാൻ ഐ എം റണ്ണിങ് എ പ്രീ സ്കൂൾ. ഓക്കെ. അപ്പൊ അവിടെ ഓൾറെഡി ഞങ്ങൾ ഒരു 3 വർഷം മുമ്പ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി. അപ്പൊ അതിന്റെ എവറി ഇയർ എൻഡ് അവർ ദേ വിൽ ആസ്ക് ഫോർ മണി ആയിട്ട് റിന്യൂവൽ. അപ്പൊ ഇപ്പൊ ഞാൻ ഈ കോവിഡ് ആയത് കാരണം കൊടുത്തില്ല ഈ ഒരു 5-6 മാസമായിട്ട്. അപ്പൊ ഞാനിപ്പോ അത് വിചാരിക്കുന്നത് റിന്യൂ ചെയ്യുന്നതാണ്. അപ്പൊ ആ റിന്യൂ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇതുവരെയുള്ള എന്തെങ്കിലും ലോസ് ഉണ്ട് അതില്? പൈസ മോണിറ്ററി ലോസ് അല്ല, ഇതുവരെ ഇത്രയും 3 വർഷം. എവിടുന്നാണ് ചെയ്യിച്ചത്? ഹോസ്റ്റിംഗ് ഒക്കെ എവിടുന്നാണ് ചെയ്യിച്ചത്? പാലക്കാട്. അത്യാവശ്യം നിങ്ങൾക്ക് അറിയുന്ന ആളുകളല്ലേ? അതെ. നോർമൽ കേസിൽ ഏതൊരു പ്രൊവൈഡർ ആണെങ്കിലും, ഹോസ്റ്റിംഗ് പ്രൊവൈഡർ ആണെങ്കിലും, ഡൊമൈൻ കേൾക്കുന്നതാണെങ്കിലും അവരുടെ കയ്യിൽ ബാക്കപ്പ് ഉണ്ടാവും നിങ്ങളുടെ സൈറ്റിന്റെ. അപ്പൊ ആ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതിന് ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ചെറിയൊരു പൈസ അധികം കൊടുക്കേണ്ടി വരും. കൊടുത്തിട്ട് അതേ ഇഫക്റ്റിൽ വീണ്ടും തുടങ്ങാലോ അല്ലെ? വീണ്ടും തുടങ്ങാം. പിന്നെ ഒരിക്കലും ഇത് എല്ലാവരും ശ്രദ്ധിക്കാനാണ് ഞാൻ പറയുന്നത്. എന്ത് വന്നാലും ഈ പറഞ്ഞ നിങ്ങൾ ഓൾറെഡി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് എനി കോസ്റ്റ് യു ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ്. ഇപ്പൊ ഇതിന് റിന്യൂവലിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വർഷം മാക്സിമം പോയി കഴിഞ്ഞാൽ, ഒരു തിരക്കേടില്ലാത്തൊരു സെർവറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 2000 രൂപയോ 3000 രൂപയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചിലവാകുക റിന്യൂവലിന്. അതൊരു വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞ പോലെ 365 ദിവസം വർക്ക് ചെയ്യുന്ന ഒരു സെയിൽസ് സ്റ്റാഫ് പോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിന് കൊടുക്കുന്ന ഒരു വർഷത്തേക്കുള്ള ശമ്പളമാണ് വെറും 3000, മാക്സിമം ഒരു 5000 രൂപ ഞാൻ പറയട്ടെ. അപ്പൊ അതൊരിക്കലും നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ച് എന്തായാലും നിങ്ങളുടെ വെബ്സൈറ്റിന്റെ സീനിയോറിറ്റി ഈസ് എ മാറ്റർ. ഇറ്റ് മാറ്റേഴ്സ്. ജലീൽ ഭായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി. ഓക്കെ. അപ്പൊ നമുക്ക് ഇയേഴ്സ് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും നമ്മളെ വെബ്സൈറ്റ്. ഇതുവരെ ടോപ്പിൽ വരാൻ. അതെ. പിന്നെ അത് കണ്ടന്റ് അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, റൈറ്റ്. Can I contact you all these things? Thank you. ബിറ്റ്ലിയിൽ വന്നാൽ മതിയല്ലോ അല്ലേ? ബിറ്റ്ലിയിൽ വന്ന് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ശരി. ഓക്കെ, മറ്റാർക്കെങ്കിലും? രാകേഷ്, നമ്മളുടെ ഘോഷാണ്. നമുക്ക് ഇപ്പൊ വാട്സപ്പിൽ തന്നെ നമുക്ക് ഓരോ ഫോർ എക്സാമ്പിൾ പല ആൾക്കാർക്കും അവരവരുടെ സ്ഥാപനം ഡയറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ ഞാൻ കുറച്ചായിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് വുഡ് പെക്കർ മാത്രം ഡയറക്റ്റ് ആ ഒരു ഇതിലേക്ക് സെൻഡ് ചെയ്യാൻ കിട്ടാറില്ല. അതായത് ഈ നമുക്ക് അവരിപ്പോ ജോയ് ആലുക്കാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടക്കെന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഇത് വരും. എന്നിട്ട് അവർക്ക് അങ്ങനെ ലിങ്ക് എടുത്തു പോകാൻ പറ്റും, വാട്സപ്പിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും. പക്ഷെ എനിക്ക് വുഡ് പെക്കർ ഞാൻ അങ്ങനെ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പൊ അത് എവിടെയാണ് എന്റെ ശരിക്കും എവിടെയാണ് എന്റെ പോയിന്റ്? മാപ്പിൽ ലൊക്കേഷൻ ആഡ് ചെയ്തല്ലേ അല്ലേ? മാപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് പറ്റുമോ? ഒന്ന് സെർച്ച് ചെയ്ത് ഞാൻ പറഞ്ഞത് അതായത് ഒന്നുമില്ല. ഇപ്പൊ നമ്മള് മാപ്പിൽ ഗൂഗിൾ മാപ്പിൽ maps.google.co.in അപ്പൊ maps.google.com നമുക്ക് ലൊക്കേഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതെ, അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക്
നമുക്ക് വാട്സപ്പിൽ നമ്മൾ ലൊക്കേഷൻ സെൻഡ് ചെയ്യില്ലേ? ജസ്റ്റ് ലൊക്കേഷൻ സെൻഡ് ചെയ്യുന്ന സമയത്ത് സ്ഥാപനങ്ങളും എന്റെ മുകളിലെ കടകളിലൊക്കെ കിട്ടുന്നു, പക്ഷെ എന്റെ മാത്രം കിട്ടുന്നില്ല. ഈ ലൊക്കേഷൻ ആഡ് ചെയ്ത സമയത്ത് ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പിന്ന് വന്നിട്ടുണ്ടോ വെരിഫിക്കേഷൻ? ഓക്കെ. അതായത് നമ്മളൊരു ബിസിനസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് ഗൂഗിളിൽ ഒരു ഫിസിക്കൽ പിൻ അയക്കും, അതായത് പോസ്റ്റലായിട്ട് ഒരു പിൻ അയക്കും. ആ പിൻ നമ്പർ നമ്മൾ അത് വന്നിട്ടുണ്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതെ, ഒരു 4 വർഷം മുന്നൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടി ചെയ്ത് നോക്കൂ. ഓക്കെ, അതൊന്നുകൂടി ചെയ്തു. കാരണം അങ്ങനെ കേസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഷുഡ് ഹാപ്പൻ. അത് വരേണ്ടതാണ്. ശരി, മറ്റാരെങ്കിലും ഡൗട്ട്സ്? നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അറൗണ്ട് 11:69. പ്രദീപ്, ഓക്കെ, ചോദിച്ചോളൂ. Rakesh, ഒരു വെബ്സൈറ്റ്, when you restructure a website, if you are on the top before restructuring, if you are on the top of the search engine, once it is getting restructured ആയി കഴിഞ്ഞാൽ ആ search engine ആ ഒരു categorization നഷ്ടപ്പെടുവോ? You need again to post it on the optimum search, this one? അതായത് ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പോൾ പല ആളുകളും 3 വർഷം കൂടുമ്പോഴൊക്കെ വെബ്സൈറ്റ് റീസ്ട്രക്ചർ ചെയ്യും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റിന്റെ വോളിയം, അതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതായത് കീവേഡ് ഒക്കെ വെച്ച് നമ്മൾ കണ്ടന്റ് എഴുതിയിട്ടുണ്ടാവും, അതിൽ യാതൊരു മാറ്റങ്ങളും വരുത്താൻ പാടില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ സ്ട്രക്ചർ ആണെങ്കിലും പഴയ വെബ്സൈറ്റിനേക്കാളും ഈസിയർ കമ്പയർഡ് ടു ഗൂഗിൾ സെർച്ച് എഞ്ചിനെ എളുപ്പത്തിൽ സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചർ ആക്കിയിട്ട് വേണം പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ. പഴയതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പുതിയ കണ്ടന്റ് എല്ലാം പുതിയതായി കഴിഞ്ഞാൽ അത് റിസൾട്ടിനെ ബാധിക്കും. അപ്പം അത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അവരോട് ഈ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ആ രീതിയിൽ തന്നെ ചെയ്യും. അതായത് റീസ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് കണ്ടന്റും അതുപോലെ സ്ട്രക്ചറും പഴയ വെബ്സൈറ്റിനേക്കാളും ബെറ്റർ ആകുന്ന രീതിയിലേക്ക് മാറ്റിയാൽ ആ റിസൾട്ടിന് വ്യത്യാസം വരില്ല. അതെല്ലാം കീവേഡ്സിനെ ബിലോങ് ചെയ്തിരിക്കും അല്ലേ? കീവേഡ്സും പിന്നെ സ്ട്രക്ചറും കണ്ടന്റും, എത്ര സ്ട്രോങ് ആയിട്ടുള്ള കണ്ടന്റ്, എത്ര അബണ്ടന്റ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് എന്നുള്ളതിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, എനി അതർ പേഴ്സൺ? ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. എന്തായാലും വളരെ മനോഹരമായിട്ട് ഈ സെഷൻ കൈകാര്യം ചെയ്ത രാകേഷിന് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ നന്ദി പറയുകയാണ്. എന്തായാലും എല്ലാവരും വളരെ യൂസ്ഫുൾ ആയിട്ട് ഈ ഒരു ട്രെയിനിങ് ഉപയോഗിച്ചു എന്ന് കരുതുന്നു. നമ്മുടെ ബിസിനസ്സിലെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇനി എന്തായാലും നിർബന്ധമായും നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു സഹായം തേടിയേ പറ്റൂ. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് വേണ്ടത് നമ്മുടെ ഷോപ്പിലല്ല, നമ്മുടെ കൈകളിലാണ്, അതായത് ഓൺലൈനിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബിസിനസിന്റെ ഒരു മുദ്രാവാക്യം. ഏത് പ്രൊഡക്റ്റ് ആയാലും അത് വേണ്ടത് ഓൺലൈനിലാണ്, നമ്മളെ തിരഞ്ഞാൽ കാണേണ്ടത് ഓൺലൈനിലാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും നമ്മുടെ പ്രൊഡക്റ്റ് ഓൺലൈനിലേക്ക് ആക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ വരുത്തേണ്ടതാണ് എന്നുകൂടി ഒരിക്കൽ കൂടി പറയാണ്. നമ്മുടെ ട്രയോ ബിസിനസ് ഡേയ്സിന്റെ ഈ ഒരു 3 ദിവസത്തെ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. ഇനി മെയ് 1 മുതൽ നമ്മൾ വീണ്ടും ഒരു 10 ദിവസത്തെ മാരത്തോൺ ബിസിനസ് പ്രോഗ്രാം വരുന്നുണ്ട്. ഉദ്ഘാടന ദിവസം നാഷണൽ പ്രസിഡന്റ് ആണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനത്തിനായിട്ട് എത്തുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗംഭീരമായ ട്രെയിനിങ് ആയിരിക്കും. ഹരീഷ് കൊച്ചിൻ സാറിന്റെ ട്രെയിനിങ്ങോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വെടിക്കെട്ട് പരിപാടിയായിരിക്കും. അപ്പോൾ എല്ലാവരെയും അവിടെ വെച്ച് കാണാം. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ നമുക്ക് നല്ല ട്രെയിനിങ് തന്ന രാകേഷിന് നമ്മുടെ സോണിന്റെ ഭാഗത്തു നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പരിപാടിയുടെ കോർഡിനേറ്റർ ആയിരുന്ന അനൂപ് അച്യുതനും നന്ദി രേഖപ്പെടുത്തുകയാണ്. നല്ല രീതിയിൽ ഈ 3 ദിവസത്തെ പരിപാടി കോർഡിനേറ്റ് ചെയ്തു. അതുപോലെ പങ്കെടുത്ത JC നോൺ JC സുഹൃത്തുക്കൾ, അതുപോലെ സോൺ ഓഫീസേഴ്സ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് സജിത് ബൈ. താങ്ക് യു എവരിവൺ. ഓക്കെ ബൈ.